സ്വർഗസ്ഥ പിതാവിൻ്റെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഈ ഹോളിൽ ശബ്ദ കാഴ്ചപരിധിയിലായിരിക്കുന്ന ഈ ഭൂമിയിൽ അല്പകാലം മാത്രം ആക്കിയിരിക്കുന്ന എല്ലാവരെയും അറിയുകയാണ്. ദൈവത്തിൻ്റെ ജീവനും സമാധാന ഐശ്വര്യമൊക്കെ സമൃദ്ധമായി നിങ്ങളിൽ വാഴുവാനായിട്ട് ഇടയാകട്ടെ. എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മളുടെ ആയിരിക്കുന്ന ഈ ശരീരമൊക്കെ അല്പസമയത്തിനുള്ളിൽ അത് മണ്ണായി മാറും. ശരീരം മണ്ണിലേക്ക് മാറും. അത് ഭൂമിയുടെ ഭാഗമാണ്. ആത്മാവ് ദൈവത്തിങ്കിലേക്ക് മാറും. അത് ദൈവത്തിൻ്റെ ഭാഗമാണ്. സോള്, മനുഷ്യൻ തൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. അത് എങ്ങോട്ടേക്ക് പോകണമെന്നുള്ള തീരുമാനിക്കാനുള്ള സമയമാണിത്. അതുകൊണ്ട് ഉഴപ്പി നടക്കാതെ, ലോകത്തിലെ മനുഷ്യരെ നോക്കാതെ, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളെ നോക്കാതെ ക്രിസ്തുവെ നോക്കി മുന്നോട്ടേക്ക് പോവുക. വേറെ ആരെയുമല്ല, ക്രിസ്തുവെ നോക്കി മുന്നോട്ടേക്ക് പോകുക. വിശ്വാസ നായകനും പൂർത്തിവരുത്തനുമായ യേശുവെ നോക്കുക. എപ്പോൾ സാക്ഷികളുടെ ഇത്ര വലിയ, ക്രിസ്ത്യാനികളുടെ ഇത്ര വലിയ സമൂഹം ചുറ്റും നിൽക്കുമ്പോൾ അവരെ ഒന്നുമല്ല നോക്കാൻ നമ്മളോട് പറഞ്ഞത്. വിശ്വാസ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശു ക്രിസ്തുവെ നോക്കുക. ഹല്ലേലൂയ. അവിടെയാണ് ജയം. യേശു പറയുന്നു, ഞാൻ ജയിച്ചതുപോലെ നിങ്ങളും ജയിക്കണം. അതിൻ്റെ അർത്ഥം നിങ്ങൾ എന്നെ നോക്കണം. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, മനോഹരമായി 2025 ഏറ്റവും അവസാനത്തെ മനുഷ്യരക്ഷാധ്യാനം കഴിയുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ തന്നെ ഇതൊരു ആത്മീക പോരാട്ടമാണ്, സ്പിരിച്വൽ ഫൈറ്റിങ്. ആ സ്പിരിച്വൽ ആത്മീയ യുദ്ധത്തിൽ നമ്മളെ കുറിച്ചുള്ള പിശാചിൻ്റെ ആഗ്രഹം നമ്മൾ ലക്ഷ്യത്തിലെത്തരുതെന്നുള്ളതാണ്. ലക്ഷ്യത്തിലെത്തരുത്, അതായത് സ്വർഗീയ പിതാവിൻ്റെ അടുക്കൽ എത്തരുത്. പകരം യേശു ക്രിസ്തുവിൻ്റെ പേരും പറഞ്ഞ് യേശുവിൽ അവസാനിച്ചോളണം. പക്ഷെ ബൈബിളിൽ അങ്ങനത്തെ ഒരു യേശുവില്ല. യേശുവിൽ അവസാനിപ്പിക്കുന്ന ഒരു യേശു ബൈബിളിലില്ല. യേശു ക്രിസ്തു പറയുന്നത് ഇങ്ങനെയാണ്: വഴിയും സത്യവും ജീവനും ഞാനാവുന്നു. എന്നിൽ അവസാനിക്കാനല്ല പറഞ്ഞത്, എന്നിൽ അടിസ്ഥാനം ഇട്ടിട്ട്, ഞാനാവുന്ന മൂലക്കല്ലിൽ അടിസ്ഥാനം ഇട്ടിട്ട് എൻ്റെ പിതാവിങ്കിൽ എത്തണം. പിടുത്തം കിട്ടിയോ? എന്നാൽ ഇന്നത്തെ മേജർ ക്രിസ്ത്യാനിത്വത്തെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വഴിയും സത്യവും ജീവനും ഞാനാവെന്ന് പറയും, പക്ഷേ എന്നിലൂടെ പിതാവിലെത്തണ കാര്യം പറയില്ല. മനസ്സിലാക്കിക്കോ, തട്ടിപ്പ് ക്രിസ്ത്യാനിത്വമാണ്. ലക്ഷ്യമില്ല. അതായത് നിങ്ങൾ മക്കോളിൽ നിന്ന് കയറി, ഇടുക്കിയിൽ നിന്ന് കയറി എറണാകുളത്തെ എത്തണം എന്നുള്ള കാര്യം പറയാതെ അവിടെ ഇട്ട് വട്ടം കറക്കിക്കൊണ്ടിരിക്കുക. കട്ടപ്പന, വീണ്ടും പക്കോള്ളി, പിന്നെ അവിടെ വീണ്ടും ഇങ്ങോട്ട് വരത്തില്ല. ഇതേപോലെയാണ് ക്രിസ്തീയഗോളം. നല്ലൊരു പങ്ക് ക്രിസ്തീയഗോളവും അതെല്ലാം നല്ലൊരു പങ്കും പിശാചിനാൽ സ്ഥാപിക്കപ്പെട്ട, ക്രിസ്തുവിനാൽ സ്ഥാപിക്കപ്പെട്ടതല്ല, പിശാചിനാൽ സ്ഥാപിക്കപ്പെട്ട സഭകളാണ്. എന്നാൽ നല്ല സഭകളും ഉണ്ട് അതിൻ്റെ ഇടയിൽ. അവർക്ക് അറിവില്ലാത്തത് കൊണ്ടാണ്. അവരറിഞ്ഞാൽ അതിൽ നിന്ന് തിരിച്ചു വരും, മറ്റത് തിരിച്ചു വരത്തില്ല. പിശാച് ഇറക്കിയിട്ടിരിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ചാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്. അത് ഞാൻ പ്രസംഗിച്ച യേശു അല്ല, അത് മറ്റൊരു യേശുവാണ്. അത് ഞാൻ പ്രസംഗിച്ച സുവിശേഷമല്ല, അത് മറ്റൊരു സുവിശേഷമാണ്. അത് ഞാൻ പ്രസംഗിച്ചപ്പോൾ വ്യാപരിച്ച ആത്മാവല്ല, അത് മറ്റൊരാത്മാവാണ്. അതായത് ഇതെല്ലാം പിശാചിന്റെ തട്ടിപ്പാണ്. ഇതാണ് യേശുക്രിസ്തു നേരത്തെ മുന്നറിയിപ്പ് നൽകിയത്. അനേക കള്ളപ്രവാചകന്മാർ വരും, അവർ കള്ളക്രിസ്തുവിനെ അവതരിപ്പിക്കും. അപ്പോൾ കള്ളക്രിസ്തുക്കളൊന്നും ലക്ഷ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയില്ല. അവരിവിടെ ഇട്ട് നമ്മളുടെ ടൈം വേസ്റ്റ് ചെയ്യിക്കും, വട്ടം കറക്കിയിട്ട് ഇങ്ങനെ ക്രിസ്തു സ്തുതിപ്പിച്ചുകൊണ്ടിരിക്കും. ലക്ഷ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകില്ല. അവസാനം ന്യായവിധിയിൽ ക്രിസ്തു പറയും, നിങ്ങൾ എന്നെ ഉയർത്തി പറഞ്ഞു, നിങ്ങൾ എന്നെ കർത്താവെന്ന് പറഞ്ഞു, ഒക്കെ ശരിയാണ്. പക്ഷേ അവരല്ല സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാണ്. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോവുകയും ഞാൻ ഒരു കാലം നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അപ്പോഴായിരിക്കും ബോധം ഉദിക്കണേ. പക്ഷേ വളരെ വൈകിപ്പോയി, ഇനി ഒന്നും ചെയ്യാൻ നിവർത്തിയില്ല. അപ്പോൾ ഇപ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മളോട് പറയുന്നൊരു കാര്യം: സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്, അവൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവർ ആകരുത്. അപ്പം ഇതുമായുള്ള ബന്ധത്തിൽ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എന്നോട് പറഞ്ഞൊരു കാര്യം. ഞങ്ങളുടെ ചർച്ചിലൊരു പാസ്റ്റർ വന്നു. ആ പാസ്റ്റർ വന്നിട്ട് പാസ്റ്ററെ കൊണ്ട് പറയിപ്പിക്കുന്നത് പോലെ എനിക്ക് തോന്നി. വന്നിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: കുറെ പേര് യേശു സർവശക്തനായ ദൈവമല്ല എന്നും പറഞ്ഞ് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവർ ശ്രമിക്കുന്നത് നമ്മളെ യേശുവിൽ കൊണ്ട് നിർത്താൻ, യേശുവിൽ ആരംഭിച്ചിട്ട് യേശുവെ ധരിച്ച് പിതാവിലെത്താനല്ല. അപ്പോൾ ഇങ്ങനെ ഒരു ടീച്ചിങ് ഓൾറെഡി ഇപ്പോൾ കൊണ്ടിരിക്കുക. കാരണം ഇപ്പോൾ സഭകളിലൊക്കെ പേടിക്കാൻ തുടങ്ങി.
കാരണം തങ്ങളുടെ ജനം നഷ്ടമാകും എന്നുള്ള ചിന്ത വന്നപ്പോൾ, കാരണം സത്യം അറിഞ്ഞാൽ സത്യത്തിൽ ജീവിക്കാൻ താല്പര്യമുള്ളവർ സത്യത്തിന് പുറകെ പോകും. അതാ യേശു പറയുന്നത്, സത്യ താല്പര്യരായവർ എൻ്റെ വാക്ക് കേൾക്കും. അപ്പൊ അതിനെ തടയാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ആ സഹോദരി എന്നോട് പല വീടുകളും പറഞ്ഞു. ഇന്ന വീടുകളൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. തീത്തോസ് 2:12-13, റോമോ 9:5, 1 യോഹന്നാൻ 5:20, ഇതൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ സഹോദരിയോട് പറഞ്ഞു, എൻ്റെ സഹോദരി ഇതൊക്കെ ഓൾറെഡി നമ്മൾ പ്രസംഗിച്ചു കഴിഞ്ഞു. ഇതൊക്കെ യൂട്യൂബിലുണ്ട്. ഇതെല്ലാം ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് വചനങ്ങളാണ്. ട്രാൻസ്ലേഷന്റെ തെറ്റെടുത്തിട്ട് അവര് സ്വർഗസ്ഥ പിതാവിനെ ഒഴിവാക്കി ആ സ്ഥാനത്തേക്ക് ക്രിസ്തുവിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും. ബൈബിൾ ഒരിക്കലും അങ്ങനെ ചെയ്യുന്നില്ല, ക്രിസ്തു അങ്ങനെ ചെയ്യുന്നുമില്ല. വീണ്ടും എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ യേശുവാണ് സർവശക്തനായ ദൈവം എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, യേശു ക്രിസ്തു ദൈവം തന്നെയാണ്, പക്ഷേ സ്വർഗസ്ഥ പിതാവല്ല. സ്വർഗസ്ഥ പിതാവാണ് അത്യുന്നതനായ സർവശക്തനായ ദൈവം. യേശു ക്രിസ്തു ആ ദൈവത്തിന്റെ മകനാണ്. അപ്പോ ഇത് അനേക വട്ടം വിശുദ്ധ ബൈബിളിലൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സ്വർഗസ്ഥ പിതാവ് പറയുന്നുണ്ട്, ഇവൻ എൻ്റെ പ്രിയ പുത്രൻ, ഇവന് ചെവി കൊടുക്കുക, ഇവൻ പുത്രനാണ്. യേശു ക്രിസ്തു നേരിട്ട് പറയുന്നു, ഞാൻ ദൈവത്തിന്റെ പുത്രനാണ്. പത്രോസിനോട് ചോദിച്ചപ്പോൾ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ്, പുത്രനായ മിശിഹയാണ്. യേശു ക്രിസ്തു പറഞ്ഞു, ജഡരക്തങ്ങളല്ല, എൻ്റെ സ്വർഗസ്ഥ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. ഇനി ഇവരെ ആരെയും വിശ്വാസമില്ലെങ്കിൽ പിശാച് പറയുകയാണ്, നീ മഹോന്നതനായ ദൈവത്തിന്റെ പുത്രനാണ്. അപ്പോ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇതിൻ്റെയൊക്കെ നടുവില് അതങ്ങ് തള്ളിക്കളഞ്ഞിട്ട് പിതാവിനെ ഒഴിവാക്കാൻ വേണ്ടി പിശാചിന്റെ തന്ത്രമാണിത്. അപ്പോൾ നമ്മുടെ ബൈബിളാണെങ്കിൽ ധാരാളം ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും നമുക്ക് ദൈവാത്മാവിൽ വായിച്ചാൽ ഇത് മനസ്സിലാകും. അപ്പോൾ ഞാൻ ഇന്ന് ആ ഒരു വിഷയത്തിലാണ് ഒന്ന് ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്, അല്ലെങ്കിൽ ജനം തെറ്റിപ്പോകും. വീണ്ടും ആൽഫ ആൻഡ് ഒമേഗ എന്നൊരു സബ്ജക്റ്റ് ഉണ്ട്. യേശു ക്രിസ്തുവിനെ ആൽഫ ആൻഡ് ഒമേഗ എന്ന് പറയുന്നുണ്ട്, ആദ്യവും അന്ത്യവും. സ്വർഗസ്ഥ പിതാവിനെയും പറയുന്നുണ്ട്. അതെന്താണെന്നും കൂടി പറഞ്ഞു തരണമെന്നൊരാഗ്രഹമുണ്ട്. ടൈം ക്രമപ്പെടുന്നുവെങ്കിൽ എത്തുമെന്ന് എനിക്ക് തോന്നണില്ല. പറ്റില്ലെങ്കിൽ നമുക്ക് അടുത്ത സന്ദേശത്തിൽ അത് ശ്രദ്ധിക്കാം. അപ്പോൾ ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത്, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ ഒരു സാധാരണപ്പെട്ട വ്യക്തിയോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണപ്പെട്ട വ്യക്തി വീഴും. അവിടെ പറയുന്ന ആ വചനം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ 7-8 ഒന്ന് വായിക്കുമ്പോൾ സാധാരണപ്പെട്ട വ്യക്തിക്ക് അങ്ങനെ ഫീൽ ചെയ്യത്തുള്ളൂ. 7-8 ശബ്ദമുയർത്തി ആ വചനം ഒന്ന് വായിക്കുക. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തി തുളച്ചവരും അവനെ കാണും, ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഉവ്വ് ആമേൻ. ഞാൻ അൽഫയും ഒമേഗയും ആകുന്നുവെന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ശ്രദ്ധിച്ചേ. അപ്പോ സർവശക്തിയുള്ള കർത്താവായ ദൈവമായ കർത്താവ്, അതായത് സർവശക്തിയുള്ള ദൈവമായ യേശു അരുളി ചെയ്യുന്നു. അപ്പൊ കർത്താവ് എന്നുള്ളിടത്ത് ആരെ ചേർത്തു? യേശുന്ന് നമ്മളങ്ങ് ചേർത്തു. എന്നിട്ട് അതിന്റെ മുമ്പിലത്തെ വചനം യേശുവിനെ കുറിച്ചാണ് പറഞ്ഞേക്കണേ. അപ്പൊ അതും ഇതും കൂടി അങ്ങ് ഒരുമിച്ച് കെട്ടി. എന്നിട്ട് സ്വർഗസ്ഥ പിതാവിനെ അങ്ങ് ഒഴിവാക്കി. യഥാർത്ഥത്തിൽ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന വചനം സ്വർഗസ്ഥ പിതാവിനെ കുറിച്ചാണ്. സർവശക്തിയുള്ള ദൈവമായ കർത്താവ് എന്ന് പറയുന്നത് സ്വർഗസ്ഥ പിതാവിനെ കുറിച്ച്. ആ പിതാവിനെ അങ്ങ് ഒഴിവാക്കി. എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോവും. യഥാർത്ഥത്തിൽ മറ്റൊന്നിനുമല്ല, നമ്മൾ ലക്ഷ്യത്തിലെത്തരുത്. ഇവിടെ എന്നിട്ട് പറയുന്നത് യേശുക്രിസ്തുവിന്റെ ദൈവത്തെ നിഷേധിച്ചു. ഇവിടെ ആരും യേശുക്രിസ്തുവിന്റെ ദൈവത്തെ നിഷേധിക്കുന്നില്ല. പകരം യേശുക്രിസ്തുവിന്റെ ദൈവത്വം ഉള്ളതുപോലെ എന്നെയും നിങ്ങളെയും ദൈവത്വം ഉള്ളവരായി തീരാൻ വിളിച്ചിരിക്കുന്നു, ദൈവ മക്കളാകാൻ വിളിച്ചിരിക്കുന്നു. ഇതാണ് ദൈവവചനം പറയുന്നത്. നമ്മളെ യേശുവിനെ പോലെ ആകാൻ മുൻ നിയമിച്ചിരിക്കുന്നു. ഇത് നമ്മൾ തിരിച്ചറിഞ്ഞ് നാം പ്രവർത്തിക്കണം. അപ്പൊ ഇതൊക്കെ ഒരു പിശാചിന്റെ തട്ടിപ്പാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധയോടെ മനസ്സിലാക്കണം. അപ്പോൾ ആ ഭാഗം വെളിപ്പാട് 1 മുതൽ 8 വരെ നിങ്ങളെ ഒന്ന് മനസ്സിലാക്കിച്ച് തരാനായിട്ട് ആഗ്രഹിക്കുക. അപ്പോൾ നമുക്ക് സ്ക്രീനിൽ ഈ ഭാഗങ്ങളോട് ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഓൺലൈനിലായിരിക്കുന്നവരും ശ്രദ്ധയോടെ കാര്യങ്ങൾ മനസ്സിലാക്കിയാട്ടെ. ഫാദർ, കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ചിന്തിക്കുന്നു. ചോദ്യം, അതായത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം.
വെളിപ്പാട് 1:7-8 ഒരു സാധാരണക്കാരൻ വായിച്ചാൽ അവിടെ തെറ്റിപ്പോകും. ഇതാ അവൻ, അതായത് നോക്കൂ, ക്രിസ്തു മേഘാരൂഢനായി വരുന്നു. അവൻ എന്ന് പറയുന്നത് ക്രിസ്തുവിനെയാണ്. ഏത് കണ്ണും ക്രിസ്തുവെ കുത്തിത്തുളച്ചവരും ക്രിസ്തുവെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഇത് പറയുന്ന ക്രിസ്തുവിനെ കുറിച്ചാ. ഊവ് അമ്മേൻ. എന്നിട്ട് നമ്മളുടെ ആളുകൾക്ക് കുത്തും കോമേതൊരു വിഷയമൊന്നുമല്ലല്ലോ. അടുത്തതിലേക്ക് കയറുകയാണ്. ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു. അപ്പോൾ അത് ക്രിസ്തുവിന് ചേർത്തങ്ങ് പിടിക്കും. എന്നും ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു പറഞ്ഞിട്ട് സർവശക്തിയുള്ള ദൈവമായ യേശു അരുളി ചെയ്യുന്നു. ഉടനെ യേശു പിതാവിനെ മാറ്റിയിട്ട് യേശുവിനെ കൊണ്ടുവന്നിട്ട് സർവശക്തിയുള്ള ദൈവമാക്കിയ. അവിടെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇത് മനസ്സിലാക്കേണ്ട രീതിയിൽ ഓരോരുത്തരും മനസ്സിലാക്കുക. യേശുവിന്റെ സ്ഥാനമുണ്ട്. യേശു ദൈവത്തിന്റെ പുത്രനാണ്, പ്രപഞ്ചത്തിന്റെ കർത്താവാണ്. കർത്താവും ദൈവവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ബേസിക് ബൈബിളിൽ ഇത് മിക്സായിട്ട് കൊടുത്തിരിക്കുക. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം, യേശു ക്രിസ്തു കർത്താവാണ്, സ്വർഗസ്ഥ പിതാവും കർത്താവാണ്, കുടുംബത്തിലെ കുടുംബനാഥന് കർത്താവാണ്, സ്കൂളിലെ ഹെഡ് മാസ്റ്റർ കർത്താവാണ്, കോളേജിലെ പ്രിൻസിപ്പൾ കർത്താവ്. കർത്താവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ യജമാനൻ എന്നാണ്. മനസ്സിലായി? യജമാനൻ. എബ്രായ ഭാഷയിൽ അഡോണായ്, ഗ്രീക്ക് ഭാഷയിൽ കുരിയോസ്. അഡോണായ്. സാറ തൻ്റെ ഭർത്താവിനെ വിളിച്ചു വരുന്നത് അഡോണായ്, യജമാനനെ. അതിന്റെ അർത്ഥം സാറയുടെ ഭർത്താവായ അബ്രഹാം ക്രിസ്തു ആകുന്നില്ല. പലപ്പോഴും സ്വർഗസ്ഥ പിതാവിനെ വിളിക്കുന്നത് കർത്താവാണ്. അപ്പൊ ഇത് നിങ്ങൾ ഒരു കാര്യം ബേസ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. കർത്താവ് എന്ന് പറഞ്ഞാൽ അതൊരു സ്ഥാനപ്പേരാണ്. എന്ത് പേര്? സ്ഥാനപ്പേര്. ടൈറ്റിൽ എന്നൊക്കെ പറയില്ലേ? പാസ്റ്റർ ഒരു ടൈറ്റില, രാജാവ് ഒരു ടൈറ്റില, മന്ത്രി ഒരു ടൈറ്റില, സ്ഥാനപ്പേരാണ്. എന്നാൽ ദൈവം എന്ന് പറയുമ്പോൾ വ്യത്യാസമായി. ദൈവം എന്ന് പറഞ്ഞാൽ സ്ഥാനപ്പേരുമാണ്, ജീവിപ്പേരുമാണ്. സ്ഥാനപ്പേരുമാണ്, ജീവിപ്പേരുമാണ്. അതായത് ദൈവം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാനപ്പേര് മാത്രമല്ല, ഒരു അസ്തിത്വമാണ്. അസ്തിത്വം ഇംഗ്ലീഷിൽ പറഞ്ഞാൽ എക്സിസ്റ്റൻസ്. എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഫോം ഓഫ് ലൈഫ്. ഇത് ആദ്യം തിരിച്ചറിയണം. ഫോം ഓഫ് ലൈഫ്, പല പല ഫോം ഓഫ് ലൈഫ് ഉണ്ട്. അമീബ ഒരു ഫോം ഓഫ് ലൈഫ്, വളരെ ചെറുത്. ഞാഞ്ഞുള്ളൊരു ഫോം ഓഫ് ലൈഫാ, നീളമുള്ളത്. പാറ്റ ഒരു ഫോം ഓഫ് ലൈഫാ. മുയല് ഒരു ഫോം ഓഫ് ലൈഫാ. കുതിര ഒരു ഫോം ഓഫ് ലൈഫാ. രൂപം, ജീവന്റെ രൂപം. മനുഷ്യൻ ഒരു ഫോം ഓഫ് ലൈഫാ. ദൈവം ഒരു ഫോം ഓഫ് ലൈഫാണ്. അതിൽ അത്യുന്നതനായ ദൈവമാണ്. താൻ മാത്രം അമർത്യതയുള്ള എല്ലാ ജീവന്റെയും സോഴ്സ്. ഈ ഒരു തിരിച്ചറിവ് വേണം. ദൈവം എന്ന് ഒരാളെ മാത്രമല്ല വിളിക്കണേ, ദൈവങ്ങൾ എന്നാ വിശുദ്ധ ബൈബിൾ പറയുന്നേ. ദൈവങ്ങൾ. അപ്പൊ ഈ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഇല്ല എങ്കിൽ നമ്മൾ തെറ്റിപ്പോകാനായിട്ട് ഇടയാ. ദൈവത്തിന്റെ വചനം പറയുന്നു, ആകാശത്തിലും ഭൂമിയിലും ദൈവങ്ങൾ എന്ന് പറയുന്നവർ അനേകരുണ്ട്. ഇവയുടെ നടുവിൽ പിതാവായ ഏകദൈവമേ നമുക്കുള്ളൂ. അതായത് അത്യുന്നതനായ ദൈവം ഒരേ ഒരാളെ ഉള്ളൂ. ഹല്ലേലൂയ. ഇതാണ് നമുക്ക് കാണാം. പലപ്പോഴും നമ്മൾ വായിച്ചിട്ടും പഠിച്ചിട്ടുള്ളതാണ്. 1 കൊരിന്ത്യർ 8-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിൽ 6-ാം വാക്യത്തിൽ നമുക്കിത് കാണാൻ കഴിയും. ഈ അറിവ് എല്ലാവർക്കും ഇല്ല. ആ ഭാഗം ജസ്റ്റ് ഒന്ന് വായിച്ചേ. എന്നാൽ ആകാശത്തിലോ ഭൂമിയിലോ ദൈവങ്ങൾ എന്ന് പേരുള്ളവർ ഉണ്ടെന്ന് വരികിലും പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. മനസ്സിലായോ? അതിന്റെ അർത്ഥം അത്യുന്നതനായ ഏക ദൈവം സ്വർഗസ്ഥ പിതാവാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറയുന്ന മറ്റൊരു വേടാണ്, മന്ത്രിമാർ എന്ന് പേരുള്ളവർ അനേകർ നമ്മുടെ ഇടയിലുണ്ട്. എങ്കിലും അതിന്റെ നടുവിൽ മോദി എന്ന ഏക പ്രധാനമന്ത്രിയെ നമുക്ക് ഉള്ളൂ. മനസ്സിലായോ? ഇതേ കൺസ്ട്രക്ഷനാണ് ഇവിടെ. ആ അപ്പനെ ഒഴിവാക്കി എടുക്കുക എന്നുള്ളതാണ് പിശാചിന്റെ ചിന്ത. ആ സ്ഥാനത്തേക്ക് കയറി
വരാനാണ് അവൻ ആഗ്രഹിക്കുന്നത്, നടക്കില്ല. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഈ ഒരു തല ആദ്യം മനസ്സിലാക്കുക. കർത്താവ് എന്നുള്ളത് സ്ഥാനപ്പേരാണ്, ടൈറ്റിലാണ്. എന്നാൽ ദൈവം എന്നുള്ളത് സ്ഥാനപ്പേരുമാണ്, ജീവിപ്പേരുമാണ്, എക്സിസ്റ്റൻസ് ആണ്, അസ്തിത്വമാണ്, ജീവന്റെ രൂപമാണ്. അപ്പൊ ഇത് നമ്മൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഹല്ലേലൂയ. ഇനി ഈ പറഞ്ഞ ഭാഗത്തേക്ക് നമുക്ക് കടക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യങ്ങൾ എന്താണ് ഈ വെളിപ്പാട് പുസ്തകം, ഇതിന്റെ ഓർഡർ എന്താണെന്ന് മനസ്സിലാക്കണം. ഈ വെളിപ്പാട് പുസ്തകത്തിൽ പിതാവിനെ കുറിച്ച് പറയുന്നതിന് പുത്രനെ കുറിച്ചും പറയും. കാരണം സന്ദേശം കൈമാറി പോവുകയാണ് ഇവിടെ. അപ്പൊ നിങ്ങൾക്ക് അതിനൊരു ചിത്രം കാണിക്കുക. അപ്പൊ നിങ്ങൾക്ക് അതിലൂടെ കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഇടയാകും. ഓ ഫാദർ, വി താങ്ക് യു ലോർഡ്, ഐ ലവ് യു. ഞാൻ ഓൺലൈനിലായിരിക്കും, നിങ്ങൾക്കത് ഷെയർ ചെയ്ത് തരാം. ഓ ഫാദർ, Lord, I love you. ഈ രംഗം കണ്ടോ? ഇതെന്തിനാ ഇത് കാണിച്ചു തരുന്നറിയാം? ഇത് വരുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ അകത്തേക്ക് കിട്ടും. ഈ ചിത്രത്തിൽ സ്വർഗസ്ഥ പിതാവുണ്ട്, കർത്താവായ യേശുവുണ്ട്, അതിൻ്റെ ഇടയിൽ ദൂതനുണ്ട്, അതിനുശേഷം യോഹന്നാനുണ്ട്, യോഹന്നാന്റെ പുറകിൽ സഭയുണ്ട്, ചർച്ചുണ്ട്. കാര്യം സീരിയസ് ആയിട്ട് എടുക്കുന്നവർക്ക് ഇത് മനസ്സിലാവും. അല്ലാത്ത ഇത് മനസ്സിലാകാത്തവരാണെങ്കിൽ നിങ്ങളെ പറ്റിക്കും, ഉറപ്പായിട്ടും പറ്റിച്ചിരിക്കും, ഇതുപോലെ പറ്റിച്ചിട്ടിരിക്കും. പിശാച് അവന്റെ ആളുകളെ ഇങ്ങനെ ഇറക്കി വിട്ടിരിക്കുകയാണ് നിറച്ച്. കാരണം സഭകൾ അവന്റെ പിടിയിൽ നിന്ന് പോകരുത്. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ വിശുദ്ധ ബൈബിളിൽ പറയുന്നത് ഇങ്ങനെയാണ്. ഈ സന്ദേശം എന്ന് പറയുന്നത് സ്വർഗസ്ഥ പിതാവിൽ നിന്ന് ഉത്ഭവിക്കുന്ന സന്ദേശമാണ് വെളിപ്പാട് പുസ്തകം. ഈ വെളിപ്പാട് പുസ്തകം നമുക്ക് ദൈവം തന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഇത് അറിയാൻ വേണ്ടിയാണ്. പക്ഷെ സഭകളെ ശ്രദ്ധിച്ചാൽ ഇത് നമ്മളെ അറിയിക്കുന്നില്ല. ഇതിൻ്റെ കാര്യങ്ങൾ പിടിക്കപ്പെട്ട് കിടക്കുക. അപ്പോ സ്വർഗസ്ഥ പിതാവ്, ഈ പിതാവാണ് എല്ലാ ജീവന്റെയും സോഴ്സ്. സ്വർഗസ്ഥ പിതാവ്, ആ പിതാവിൻ്റെ ഏക മകനാണ് ക്രിസ്തു. ഇതാണ് തൻ്റെ ഏകജാതനെ നമുക്ക് നൽകിയെന്ന് പറഞ്ഞ്. ആ ഏകജാതന് സ്വർഗസ്ഥ പിതാവ് വെളിപ്പെടുത്തി കൊടുക്കുന്ന സന്ദേശമാണ് ഈ ബുക്ക് ഓഫ് റെവലേഷൻ, വെളിപ്പാട് സന്ദേശം. ആ സന്ദേശം ഈ യോഹന്നാന്റെ പുറകിലൊരു ചർച്ച കണ്ടോ? സഭയ്ക്ക് കൊടുക്കാനാണ്. അത് ഏത് സഭയാകട്ടെ, കത്തോലിക്ക ആകട്ടെ, പെന്തക്കോസ് ആകട്ടെ, CSI ആകട്ടെ, ബ്രദറിനാകട്ടെ, ആരും ആയിക്കോട്ടെ, അവർക്ക് കൊടുക്കാനാണ് ഈ പിതാവ് ഇത് പുത്രനെ കൊടുത്തത്. പുത്രൻ എന്ത് ചെയ്തു? അത് അവർക്ക് സഭയ്ക്ക് കൊടുക്കാൻ വേണ്ടി തൻ്റെ ദൂതനെ വിളിച്ചിട്ട് ദൂതന്റെ കൈ കൊടുത്തിട്ട് അത് യോഹന്നാന് പ്രദർശിപ്പിച്ചു. യോഹന്നാൻ അത് സഭയ്ക്ക് കൊടുത്തു. പക്ഷെ ഇന്നത്തെ യോഹന്നാന്മാർ അത് കൊടുക്കുന്നില്ല. ഇതാണ് വിഷയം. പിശാച് അതിൻ്റെ ഇടയിൽ കയറി കളിക്കുകയാണ്. അപ്പോ ഇത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇവിടെ കൽപ്പിക്കുന്നത്, ഈ വചനം സ്റ്റാർട്ട് ചെയ്യുന്നത് സ്വർഗസ്ഥ പിതാവിൽ നിന്നാണ്. പക്ഷെ യേശു ഇത് സാക്ഷ്യപ്പെടുത്തുന്നതേ ഉള്ളൂ. അതുകൊണ്ട് വിശുദ്ധ ബൈബിൾ ദേവദാസന്മാർ പ്രത്യേകം ശ്രദ്ധിക്കുക. വിശുദ്ധ ബൈബിൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം യേശുവിന്റെ സാക്ഷ്യം. വിശുദ്ധ യോഹന്നാൻ പറയാണ്, യേശുവിന്റെ സാക്ഷ്യവുമായി ഞാൻ നിൽക്കുന്നു. അപ്പോ യേശു സാക്ഷ്യപ്പെടുത്തുകയാണ്. ആരുടെ സന്ദേശം? തൻ്റെ അപ്പന്റെ സന്ദേശം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു മനസ്സിലാക്കിക്കൊള്ളണം ഈ ഒരു സംഭവം. ഒന്നിന്റെ ഒന്ന് വായിച്ച്, യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്. യേശുക്രിസ്തുവിന്റെ വെളിപ്പാടെന്ന് പറഞ്ഞാൽ ഇത് ആരംഭിക്കുന്ന യേശുവിൽ നിന്നല്ല, യേശുവിന് വെളിപ്പെട്ട് കിട്ടുകയാണ്. തൻ്റെ അപ്പനിൽ നിന്ന് യേശുവിനെ ഹൃദയത്തിൽ വെളിപ്പെട്ട്. എല്ലാ ദൈവപുത്രന്മാരുടെയും അവർ ഗോഡ് ഹെഡഡ് ഓപ്പറേഷനാണ്. ഇത് നമ്മൾ അറിയാതെ ത്രിയേക ദൈവം എന്നൊക്കെ നമ്മൾ കയറി പറയുന്നത്, അത് ത്രിയേക പ്രവർത്തനമാണ്. ദൈവം തൻ്റെ ആത്മാവിനാൽ തൻ്റെ പുത്രന് ഇത് വെളിപ്പെടുത്തി കൊടുക്കുന്നു. ഇങ്ങനെയാണ് എല്ലാ ദൈവപുത്രന്മാരും യേശുവിനെ പോലെയാണ് പ്രവർത്തിക്കേണ്ടത്. ദൈവം തൻ്റെ ആത്മാവിനാൽ ഇത് ദൈവപുത്രനായ ക്രിസ്തുവിന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്.
അതുകൊണ്ടാണ് അതിന് പേരിട്ടിരിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്. യേശുവിന് വെളിപ്പെട്ടത് എവിടെ നിന്ന്? താഴേക്ക്. വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് യേശു ക്രിസ്തുവിന് കൊടുത്തു. കേട്ടോ, വേഗത്തിൽ സംഭവിക്കാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന്. കേട്ടോ, തന്റെ ദാസന്മാർ, തന്റെ മക്കൾ, തന്റെ സഭ കാണിക്കേണ്ടതിന് ദൈവം, അതായത് അത്യുന്നതനായ യേശു ക്രിസ്തുവിന്റെ അപ്പൻ, അത് ആർക്ക് കൊടുത്തു? യേശുവിന് കൊടുത്തു. അപ്പോഴാണ് അത് യേശുവിന് വെളിപ്പെട്ടത്. അതിന്റെ പേരാണ് യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്. മനസ്സിലാവുന്നുണ്ടോ? അല്ലാണ്ട് യേശുവിൽ നിന്നല്ല ഇത് ആരംഭിച്ചത്. ഹല്ലേലൂയ. ഇത് എത്ര മറയ്ക്കാൻ വേണ്ടി ഇതിന്റെ താഴെ എത്ര കമന്റ് എഴുതിയാലും അത് കൂടുതൽ വെളിപ്പെട്ട് വരത്തേ ഉള്ളൂ. കാരണം സത്യതാൽപരരായവരത് പരിശോധിക്കുമ്പോൾ അവർക്ക് മനസ്സിലായി ഇത് യേശുവിൽ നിന്നല്ല തുടങ്ങിയത്, ഇത് സ്വർഗസ്ഥ പിതാവിൽ നിന്നാണ് തുടങ്ങിയത്. സ്വർഗസ്ഥ പിതാവ് അത് യേശുവിന് കൊടുത്തു. അപ്പോ അത് യേശുവിന് വെളിപ്പെട്ടു. അപ്പൊ യേശു എന്ത് ചെയ്തു? യേശു ക്രിസ്തു അത് തന്റെ ദൂതൻ മുഖാന്തരം അയച്ച്, അത് യേശു ക്രിസ്തു അത് തന്റെ ദൂതൻ, കണ്ടോ, തന്റെ ദൂതൻ മുഖാന്തരം അയച്ച് തന്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. തന്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. ഹല്ലേലൂയ. ക്ലിയർ അല്ലേ? ഒന്നും തെറ്റില്ല. യോഹന്നാൻ എന്ത് ചെയ്തു? യോഹന്നാൻ ദൈവത്തിന്റെ വചനവും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവുമായി താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു. താൻ കണ്ടതൊക്കെയും ഈ സഭയ്ക്ക് സാക്ഷീകരിച്ചു. ആദ്യം വന്ന ആളാണ് സോഴ്സ്, സ്വർഗസ്ഥ പിതാവ്. സോഴ്സായ, അതായത് ആരംഭം, അത് ക്രിസ്തുവിന് കൊടുത്തു. ക്രിസ്തു അത് സാക്ഷീകരിക്കുന്നു. തന്റെ ദൂതനെ യോഹന്നാൻ കൊടുക്കുന്നു. യോഹന്നാൻ അത് ക്രിസ്തുവിന് വേണ്ടി സാക്ഷീകരിക്കുന്നു. പിടുത്തം കിട്ടിയ? ഹല്ലേലൂയ. അപ്പൊ ഈ ഒരു ഓർഡർ നിങ്ങൾ തെറ്റായാണ് മനസ്സിലാക്കുന്നതെങ്കിൽ എല്ലാം വിഷയമായി. ഹല്ലേലൂയ. അപ്പോ കരങ്ങളെടുത്തും കർത്താവിന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ചതിക്കപ്പെടാതിരിക്കാനാണ് ഇത് പറഞ്ഞു തരുന്നത്. ഇത്രയും ക്ലിയർ ആയിട്ട് ദൈവം നമുക്ക് പറഞ്ഞു തരിക. ഈ പിക്ചർ അടക്കം നിങ്ങൾക്ക് ഈ പിക്ചർ കോപ്പി എടുക്കാം. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാം. ഇപ്പൊ ഇതിന്റെ ഫ്ലോ നിങ്ങൾക്ക് മനസ്സിലാക്കുകയാണ്. ഇനി നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ ഇവിടെ അരുളി ചെയ്യുന്നത് മുഴുവൻ അപ്പനാണ്. അപ്പന്റെ അരുളിപ്പാടാണ് ഈ മോൻ ക്രിസ്തു സാക്ഷ്യപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. ഇതൊക്കെ എന്തിനാ അതും പറയണേ? ഇത് പറഞ്ഞില്ലെങ്കിൽ അപ്പനെ പിശാച് നമ്മുടെ മനസ്സിൽ നിന്ന് വെട്ടിക്കളഞ്ഞിട്ട് അവിടെ കൊണ്ട് പുത്രനെ കൊണ്ടുവരും. അങ്ങനെയുള്ള പുത്രൻ ബൈബിളിലെ പുത്രനെ അല്ല, അത് മറ്റൊരു യേശുവായി മാറും. യേശുവിനെ നമുക്ക് നൽകിയത് പിതാവിനെ ഒഴിവാക്കാനല്ല, നമ്മൾ പിതാവുമായി ഒന്നാകാനാണ്. പക്ഷെ ഇന്ന് യേശുവിനെ ഉപയോഗിക്കുന്നത് പിതാവിനെ ഒഴിവാക്കാൻ വേണ്ടി പിശാച് ഉപയോഗിക്കുക. ഹല്ലേലൂയ. ഇന്നിവിടെ ആരോ സാക്ഷ്യം പറഞ്ഞു, ഞാൻ ഞെട്ടിപ്പോയി. അദ്ദേഹം സാക്ഷ്യം പറയും, ഏതൊരു പെന്തക്കോസ്ത് സഭയിലെ വ്യക്തിയാ, ഏതൊരു പേര് പറഞ്ഞിട്ട് റെക്കോർഡിലുണ്ടാവും. അദ്ദേഹം ഇവിടെ പറഞ്ഞൊരു കാര്യം ഏതാ, ഇങ്ങനെ ഒരു പിതാവ് ഉണ്ടെന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു ഇത്രയും കാലം. സാക്ഷ്യത്തിലുണ്ട്. ഇങ്ങനെ ഒരു പിതാവ് ഉണ്ടെന്നുള്ള കാര്യം പോലും ഇത്രയും കാലം എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്നെ കാത്തിരിക്കുന്ന ഒരു അപ്പനുണ്ടെന്നുള്ള കാര്യം. എടുത്താൻ കിട്ടിയ? അപ്പൊ ഇതാ യേശു പറഞ്ഞേ, യോഹന്നാൻ 5:24, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഹല്ലേലൂയ. അപ്പൊ യേശുവിന്റെ യഥാർത്ഥ ഒറിജിനൽ യേശുവിന്റെ വചനമാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ അയച്ചവൻ വെളിപ്പെടും. നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു അപ്പനുണ്ടെന്ന് വെളിപ്പെടും. അല്ല എങ്കിൽ ഇവിടെ യേശുവിനെ സ്തുതിച്ച് വട്ടം കൂടിയിരുന്ന് സ്തുതിച്ച് യേശുവിനെ ഉയർത്തി ഞാൻ കർത്താവേ രക്ഷിതാവേ എന്നൊക്കെ പറഞ്ഞു അവസാനം യേശു പറയും എന്നെ കർത്താവ് എന്ന് പറഞ്ഞുകൊണ്ടൊന്നും സ്വർഗ്ഗരാജ്യത്തിൽ കയറൂല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യണം. അപ്പോൾ അവിടെ യേശു പിതാവിനെ വെളിപ്പെടുത്തുന്ന കൂട്ടത്തോടെ ക്രിസ്ത്യാനികൾ നരകത്തിലേക്ക് പോവുക. ഈ കൂട്ടത്തിൽ നമ്മൾ ആകരുത്. ചതിക്കപ്പെട്ട് കിടക്കുക പിശാചിനാൽ. ഞാൻ എല്ലാ ക്രിസ്ത്യാനികളെയും എല്ലാ മക്കളെയും സ്നേഹിക്കുന്നു. എന്നാൽ ഇവരാരും നരകത്തിലേക്ക് പോകരുതെന്നാണ് നമ്മുടെ സ്വർഗസ്ഥ പിതാവിന്റെ ആഗ്രഹം. അപ്പൊ ശ്രദ്ധയോടെ ആയിരിക്കുക. കുറച്ച് ദിവസമേ, കുറച്ച് ഔൺസ് ശ്വാസമേ നമുക്ക് വലിക്കാൻ കിട്ടുള്ളൂ, പിന്നെ വലിക്കാൻ കിട്ടില്ല. നമ്മൾ പെട്ടെന്ന് ഇവിടുന്ന് പാസ് ചെയ്ത് പോകണം. എപ്പോഴാണ് ആരുടെ ടേണെന്ന് അറിഞ്ഞുകൂടാ. എത്ര ആരോഗ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഏത് സമയവും നമ്മൾ ഇവിടുന്ന് പോകാൻ തയ്യാറായിരിക്കുക. ഇവിടെ ഉള്ളതൊന്നും സ്ഥിരമല്ല. അപ്പോ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു കാര്യത്തിൽ നിന്ന് നോക്കിയേ, ഇനി ഇവിടെ എഴുതിയാണ് മെസ്സേജ് ഒറിജിനേറ്റിംഗ്, അതായത് ഒറിജിനേറ്റിംഗ് പോയിന്റ് ഓഫ് ദ മെസ്സേജ് സ്വർഗസ്ഥ പിതാവാണ്. ആ മെസ്സേജ് ആരംഭിക്കുന്നത് പിതാവിൽ നിന്നാണ്. ഇനി ആ മെസ്സേജ് കിട്ടുന്നത് യേശുവിനാണ്. യേശുവാണ് അത് സാക്ഷ്യപ്പെടുത്തുന്നത്. ടെസ്റ്റിഫൈയിങ്. യേശു അത് സാക്ഷ്യപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ.
അപ്പോ ഇതൊരു ലെറ്റർ ഫോർമാറ്റിൽ ഞാൻ നിങ്ങളോട് കാണിക്കുകയാണ്. ലെറ്റർ ഫോർമാറ്റിൽ നിങ്ങൾ ലെറ്ററൊക്കെ എഴുതുമ്പോൾ എങ്ങനെയായിരിക്കും? ഇതാ പ്രിയപ്പെട്ട മകനെ അമ്മ എഴുതുന്നു, അപ്പൻ എഴുതുന്നു, അല്ലെങ്കിൽ ഇന്നയാൾ എഴുതുന്നു എന്നതുപോലെ യേശു എന്ന ഞാൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. എന്നിൽ നിന്നല്ല വന്നത്, മറ്റൊരാൾ പറഞ്ഞത് ഞാൻ നിങ്ങളോട് സാക്ഷ്യപ്പെടുത്തുകയാണ്. എന്നിട്ട് അവസാനം ഇതാ ഏറ്റവും അവസാനം എഴുതും എന്ന് നിങ്ങളുടെ സ്വന്തം അപ്പൻ അല്ലെങ്കിൽ അമ്മ. ഇതേപോലെ ആ ലെറ്ററിന്റെ ഈ സന്ദേശത്തിന്റെ അവസാനം യേശു പറയാണ് എന്ന് നിങ്ങളുടെ സ്വന്തം യേശു സാക്ഷ്യപ്പെടുത്തുന്നു. ഈ ഒരു ഫോർമാറ്റ് മനസ്സിലാക്കുക. അപ്പോ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 8-ാം വാക്യവും 11-ാം വാക്യവും ഒക്കെ നമ്മൾ കാണുമ്പോൾ യേശു സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ സന്ദേശം പിതാവിന്റെ കൽപ്പന, പിതാവിന്റെ സന്ദേശം യേശു സാക്ഷ്യപ്പെടുത്തുകയാണ്. എന്നാൽ വെളിപ്പാട് പുസ്തകം 22:18 അത് അവസാനം തീരുമ്പോൾ യേശു പറയുന്നു സഭകൾക്ക് വേണ്ടി ഇത് ഞാൻ നിങ്ങളോട് സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പോഴേ യേശു നമ്മളോട് സാക്ഷ്യപ്പെടുത്തുകയാണ്. അല്ലെങ്കിൽ അപ്പൊ സാക്ഷ്യപ്പെടുത്തൽ തുടങ്ങി 1-ാം അധ്യായത്തിൽ, സാക്ഷ്യപ്പെടുത്തുന്നത് തീരുന്നത് ബൈബിളിന്റെ അവസാന അധ്യായം അവസാന വാക്യങ്ങളിൽ. അപ്പൊ ഈ ഒരു ഭാഗം നിങ്ങൾ തിരിച്ചറിയുവാനായിട്ട് ഇടയാകണം. ശ്രദ്ധിച്ചേ, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം വായിച്ചേ. ഞാൻ അൽഫയും ഒമേഗയും ആകുന്നുവെന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. ഞാൻ പറഞ്ഞ ഭാഗമാണോ സിസ്റ്റർ വായിക്കണേ? താഴോട്ടെന്ന് പറഞ്ഞോണ്ടേ 11-ാം വാക്യാണ് മാസ്റ്റർ വായിക്കുന്നത്. ഞാൻ എടുത്തു തരാം. ഓക്കെ. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ. Oh Lord, I love you. ശ്രദ്ധിക്കുക. അതിന്റെ നമ്മൾ ആദ്യം കണ്ടൊരു കാര്യം അതിന്റെ 1-ാം വാക്യം നമ്മൾ വായിച്ചു. ഇനി 2-ാം വാക്യം വായിച്ച്. യോഹന്നാൻ ദൈവത്തിന്റെ വചനവും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവുമായി താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു. അപ്പോ ഇത് ആരുടെ വചനമാ? ദൈവത്തിന്റെ വചനമാ. ദൈവമാ ഇത് കൊടുത്തേ. അതാരാ സാക്ഷീകരിക്കുന്നേ? യോഹന്നാൻ. യേശുക്രിസ്തുവിന്റെ സാക്ഷ്യം. മനസ്സിലായോ? ആരുടെ സാക്ഷ്യം? യേശുക്രിസ്തുവിന്റെ സാക്ഷ്യമാണ്. യേശുവിന് വേണ്ടി ആര് സാക്ഷീകരിക്കുന്നേ? യോഹന്നാൻ സാക്ഷീകരിക്കുന്നേ. അപ്പൊ വചനം ആരുടെയാ? ദൈവത്തിന്റെ വചനം. അപ്പൊ എവിടെ നിന്ന് ആരംഭിച്ചേ? ദൈവത്തിൽ നിന്ന് ആരംഭിച്ചു. അത് പുത്രനായ ക്രിസ്തു യോഹന്നാന് സാക്ഷീകരിക്കുന്നു. യോഹന്നാൻ സഭകൾക്ക് സാക്ഷീകരിക്കുന്നു. ആ ഓർഡർ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞേ. ഹല്ലേലൂയ. അതായത് അത് തുടങ്ങുന്നത് സ്വർഗസ്ഥ പിതാവിൽ നിന്നാണ്. എന്നാൽ സാക്ഷീകരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഇനി ഇതാ അതിന്റെ 9-ാം വാക്യം വായിച്ചേ. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. ഓർഡർ നോക്കി, അതിന്റെ ഓർഡർ നോക്കിയേ. ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം. ആരുടെ സാക്ഷ്യം? യേശുവിന്റെ സാക്ഷ്യം. അപ്പൊ യേശു സാക്ഷ്യം പറയുക ആരുടെ വചനത്തിന്? ദൈവവചനം. ദൈവം കൊടുത്ത സന്ദേശത്തിന് യേശു സാക്ഷ്യം പറയുക. ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? അതാണ് ലെറ്ററിന്റെ തുടക്കം. യേശു സാക്ഷ്യം പറയുകയാണ്. ഹല്ലേലൂയ. അപ്പോ ആ യേശു സാക്ഷ്യം പറയുന്ന രംഗമാണ് നിങ്ങൾ ഇനി കാണുന്നത്. അതിന്റെ 10-ഉം 11-ഉം വായിച്ച്. കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. യോഹന്നാൻ പറയാണ്, നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയഥൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക എന്ന 7 സഭകൾക്കും അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്ത ഒരു മഹാനാദം എന്റെ പുറകിൽ കേട്ടു. ഇത് ആരാ സംസാരിക്കുന്ന അറിയാമോ? യേശുവാണ് സംസാരിക്കുന്നത്. യേശു സാക്ഷ്യപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. യേശു സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ യേശുവിന്റെ സാക്ഷ്യം തീരുന്നതാണ് ഇനി ഏറ്റവും അവസാനം വെളിപ്പാട് പുസ്തകം. ആ പുസ്തകം തീരുകയാണ്. ശ്രദ്ധിച്ചേ, ഒരു പുസ്തകത്തിന്റെ വെളിപ്പാട് പുസ്തകത്തിന്റെ ആരംഭത്തിൽ ദൈവത്തിന്റെ വചനത്തിന് യേശു സാക്ഷ്യം പറയുന്നു. അതിന്റെ അവസാന അധ്യായത്തിൽ യേശു കൺക്ലൂഡ് ചെയ്യുകയാണ്.
ഇത് നിങ്ങളോട് സാക്ഷ്യപ്പെടുത്തിയ ഞാൻ എന്ന ആ കൺക്ലൂഷനിലേക്ക് യേശു ക്രിസ്തു വരുന്ന ആ രംഗം നമുക്ക് കാണാം. അതിന്റെ 22:18 വായിച്ചു. 18 മുതൽ. ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോടും ഞാൻ സാക്ഷീകരിക്കുന്നത് എന്തെന്നാൽ അതിനോട് ആരെങ്കിലും കേട്ടോ, ഇതാണ് പറഞ്ഞത്, ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്നവരോട് ഞാൻ സാക്ഷീകരിക്കുന്നു. ആര് സാക്ഷീകരിക്കുന്നു? യേശു ക്രിസ്തു. അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ യേശു ക്രിസ്തുവിന്റെ സാക്ഷീകരണമാണ്. യേശു ആർക്ക് വേണ്ടി സാക്ഷ്യപ്പെടുത്തുന്നത്? തന്റെ പിതാവ് തന്ന വചനത്തെ സാക്ഷ്യപ്പെടുത്തുകയാണ്. പിടുത്തം കിട്ടിയാ? ഹല്ലേലൂയ. അത് യേശു നമുക്ക് തരുമ്പോ നമ്മൾ യേശുവിന് സാക്ഷികളായി തീരുകയാണ്. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? അപ്പൊ ആ ലെറ്റർ പൂർണ്ണമായും നിങ്ങൾ സ്റ്റാർട്ടിങ് പോയിന്റ് യേശുവിന് സാക്ഷ്യപ്പെടുന്നു, അവസാനവും യേശു സാക്ഷ്യപ്പെടുത്തി പൂർണ്ണമാക്കുന്നു. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ 8-ാം വാക്യത്തിൽ വെളിപ്പാട് 1:7-8 കൂടി ചേർത്ത് പിടിച്ച് സംസാരിച്ച കാര്യമാണ്. അവിടെ 8-ാം വാക്യത്തിൽ യഥാർത്ഥത്തിൽ സ്വർഗസ്ഥ പിതാവിന്റെ സന്ദേശം തുടങ്ങുകയാണ്. ആ കൽപ്പന തുടങ്ങിയ അതിനുവേണ്ടി യേശു സാക്ഷി. 8-ാം വാക്യത്തിൽ സ്വർഗസ്ഥ പിതാവിന്റെ സന്ദേശം, കൽപ്പന 9-ാം വാക്യത്തിൽ അത് യേശു സാക്ഷ്യപ്പെടുത്തുന്നു. അതിന്റെ ഓർഡർ നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ എപ്പോഴും നല്ലതായിരിക്കും. നിങ്ങൾക്ക് ചോദ്യം മനസ്സിലായോ ആദ്യം തന്നെ? അതായത് വെളിപ്പാട് 1:7-8 കൂടി ചേർത്തിട്ട് 7-ാം അധ്യായത്തിൽ ക്രിസ്തുവെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. 8-ാം അധ്യായത്തിൽ 7-ാം വാക്യത്തിൽ ക്രിസ്തുവെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. 8-ാം വാക്യത്തിൽ സ്വർഗസ്ഥ പിതാവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ആ സ്വർഗസ്ഥ പിതാവിനെ കുറിച്ച് മാറ്റിയിട്ട് അതിന്റെ 7-ൽ പറഞ്ഞിരിക്കുന്നതും 8-ഉമായിട്ട് കൂട്ടിയിട്ട് സ്വർഗസ്ഥ പിതാവിനെ മാറ്റി അവിടെ യേശുവിനെ ആക്കുണ്ടെന്ന് വെച്ചു. ഇത് നമ്മൾ ശ്രദ്ധിക്കുക. യേശുവിന്റെ സ്ഥാനമുണ്ട്. അതിന്റെ മുകളിലത്തെ വാക്യത്തിലും പറയുന്നത് യേശു ക്രിസ്തുവിനെയാണ്, അതിന്റെ താഴത്തെ വാക്യത്തിലും പറയുന്നത് യേശു ക്രിസ്തുവിനെയാണ്. പക്ഷെ അതിന്റെ ഇടയിലെ വാക്യം അവിടെ ക്യാൻസൽ ചെയ്യപ്പെടാൻ ഇടയാകരുത്. അപ്പൊ ഇത് നിങ്ങൾ ശ്രദ്ധയോടെ ഒന്ന് മനസ്സിലാക്കണം. ദൈവത്തോടൊന്ന് പറഞ്ഞ, എന്റെ ദൈവം എന്റെ ഹൃദയം ഒന്ന് തുറന്ന് തരണമേ, ഒന്നൊന്ന് പ്രാർത്ഥിച്ചേ. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. കൺഫ്യൂഷൻ വന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ: ഇരു മനസ്സുള്ളവൻ തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകും. ദൈവത്തിന്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾ രക്ഷയ്ക്കായിട്ട് വളരണമെങ്കിൽ മായമില്ലാത്ത പാല് കുടിക്കണം. മായം വന്നാൽ പിന്നെ നിങ്ങൾക്ക് വളർച്ചയില്ല. കൺഫ്യൂഷനാണെങ്കിൽ പിന്നെ വളരാൻ പറ്റത്തില്ല. അതാണോ ശരി, ഇതാണോ ശരി, പകരം ശരി ഏതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അപ്പൊ ഈ വെളിപ്പാട് പുസ്തകത്തിന്റെ കൺസ്ട്രക്ഷൻ മനസ്സിലാക്കണം. നിങ്ങൾ അതിന്റെ 7-ാം വാക്യത്തിൽ പറയുന്നത് ക്രിസ്തുവിനെ കുറിച്ചാ, 9-ാം വാക്യത്തിൽ പറയുന്നത് ക്രിസ്തുവിനെ കുറിച്ചാ, പക്ഷെ 8-ാം വാക്യത്തിൽ പറയുന്നത് സ്വർഗസ്വപിതാവിനെ കുറിച്ചാ. ഇതാ നിങ്ങൾ തിരിച്ചറിയേണ്ടത്. അപ്പൊ നമ്മൾ അതിൻ്റെ ഒന്ന് ഓർഡർ പഠിക്കാൻ പോവാണ്. അല്ല എങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടായി പോകും. അപ്പൊ വ്യക്തമായ ഓർഡർ നിങ്ങൾക്ക് മനസ്സിലായി. സ്വർഗസ്ഥ പിതാവ് ക്രിസ്തുവിന് കൊടുക്കുന്നു, ക്രിസ്തു അതിന്റെ ദൂതന് അയച്ച് യോഹനാന് കൊടുക്കുന്നു, യോഹനാൻ അത് സഭയ്ക്ക് കൊടുക്കുന്നു. അങ്ങനെ ദൈവത്തിന്റെ ആഗ്രഹം നിറവേറുക. അവിടെ ആദ്യം പറഞ്ഞിരിക്കുകയാണ് വേഗത്തിൽ സംഭവിക്കാനുള്ളത്. അതാണ് സംഭവിക്കാനുള്ളത്, തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന്. അപ്പൊ ഉദ്ദേശം എന്താ? ദാസന്മാരെ കാണിക്കുക എന്നുള്ളതാണ്. അതാണ് പർപ്പസ്. ദൈവം അത് ക്രിസ്തുവിന് കൊടുത്തു, ക്രിസ്തു അത് യോഹനാന് കൊടുത്തു, തന്റെ ദൂതന് മുഖാന്തരം അയച്ച് യോഹനാൻ സഭകൾക്ക് കൊടുത്തു. ഈ സംഭവം മനസ്സിലാക്കുക. ആ ഓർഡർ മനസ്സിലാക്കിയിട്ട് വേണം ഇനി ഇത് വായിക്കാനായിട്ട്. അപ്പൊ ഞാൻ ആ ഭാഗം നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് പവർ പോയിന്റ് പ്രസന്റേഷനിൽ ഒന്ന് കാണിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഈ ഒരു സംഭവം. ഓ ഫാദർ, വി താങ്ക് യു. ഇതിന്റെ 1-ാം വാക്യവും 2-ാം വാക്യവും, വെളിപ്പാട് പുസ്തകത്തിന്റെ 1-ാം വാക്യവും 2-ാം വാക്യവും നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. അത് കാണിക്കുന്നത് ഈ പുസ്തകത്തിന്റെ ഉദ്ദേശമാണ്. പർപ്പസ് ഓഫ് ദീസ് വേർഡ്സ് ഓർ പർപ്പസ് ഓഫ് ദിസ് മെസ്സേജ്. ഉദ്ദേശം. എല്ലാ കാര്യത്തിനും ആദ്യം നമ്മൾ നോക്കേണ്ടത് അതിന്റെ പർപ്പസ് എന്താണെന്നാണ്, അതിന്റെ ഉദ്ദേശം എന്തെന്നാണ്. അതാണ് അതിന്റെ 1-ഉം 2-ഉം വാക്യം വായിച്ചാട്ടെ. യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് യേശുക്രിസ്തുവിന് കൊടുത്തു. യേശുക്രിസ്തു അത് തന്റെ ദൂതൻ മുഖാന്തരം അയച്ച് തന്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. യോഹന്നാൻ ദൈവത്തിന്റെ വചനവും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവുമായി താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു.
ശ്രദ്ധിച്ചേ. അപ്പൊ ഇതിന്റെ ഉദ്ദേശം മനസ്സിലായോ നിങ്ങൾക്ക്? അവിടെ എഴുതിയിരിക്കുകയാണ്, വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിനാണ് ഉദ്ദേശം. നമ്മളത് അറിയണം, അതാണ് ഉദ്ദേശം. പക്ഷെ ഇന്ന് ഉദ്ദേശം നടന്നിട്ടുണ്ടോ? ഇന്ന് ഉദ്ദേശം നടന്നിട്ടില്ല. നമ്മൾ ഈ കാര്യം അറിയുന്നില്ല. ദൈവം എന്നെ ഏൽപ്പിച്ച വ്യക്തിത്വങ്ങൾക്ക് വിശ്വസ്തയോടെ ഞാനത് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ മറ്റു സഹോദരങ്ങളോ? അവരിത് അറിയുന്നില്ല. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളിത് അറിയണമെന്ന്. ഇതാണ് അതിൻ്റെ പർപ്പസ്. കാരണം ഈ അറിഞ്ഞിട്ട് വേണം നമ്മൾ ജയിക്കാൻ. അറിഞ്ഞില്ലെങ്കിൽ, സത്യം നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ തോറ്റത് തന്നെ. അപ്പോ അതിനു വേണ്ടിയാണ് ഈ വെളിപ്പാട് പുസ്തകം 1-ും 2-ഉം. അപ്പോൾ അതിന്റെ മൊത്തം ഓർഡറാണ് ഈ കാണിക്കുന്നത്. പർപ്പസ് മാത്രമല്ല, എങ്ങനെയാണ് അത് കൊടുക്കുന്ന ഓർഡറും കൂടിയുണ്ട് അതിൽ. ഇനിയിപ്പോൾ ഞാനിങ്ങനെ പെട്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി വരച്ചെടുത്തതേ ഉള്ളൂ. അപ്പോൾ അതിൽ പർപ്പസും ഉണ്ട്, ഓർഡറും ഉണ്ട്. എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്, അത് കൊടുക്കുന്ന ഓർഡറും എങ്ങനെയാണെന്ന്. അപ്പൊ ഇത് ആരംഭിക്കുന്നത് സ്വർഗസ്ഥ പിതാവിൽ നിന്നാണ്. ഇനി അടുത്ത വേർഡ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഈ സന്ദേശം നമുക്ക് കിട്ടിക്കഴിഞ്ഞാലുള്ള അനുഗ്രഹമാണ് അടുത്ത എഴുതി വെച്ചേക്കുന്നത്. ബ്ലെസ്സിങ് ഓഫ് ദീസ് വേർഡ്സ്. നമുക്ക് കിട്ടിയുള്ള അനുഗ്രഹം, ഇത് കേട്ടാലുള്ള അനുഗ്രഹം, ഇത് വായിച്ചാലുള്ള അനുഗ്രഹം. അതായത് ഇത് കേട്ടാലും വായിച്ചാലും ഒക്കെ അനുഗ്രഹമാണ്. അപ്പൊ ഈ വെളിപ്പാട് പുസ്തകം എന്ന് പറഞ്ഞ പുസ്തകം ഒന്ന് കേൾക്കാൻ തുടങ്ങുക. അനുഗ്രഹം വേണോ നിനക്ക്? ഇതൊന്ന് കേൾക്കാൻ തുടങ്ങുക, ഇതൊന്ന് വായിക്കാൻ തുടങ്ങുക. ഹല്ലേലൂയ. ദൈവവചനം പറയുന്നത് അനുഗ്രഹം, എനിക്ക് അനുഗ്രഹം വേണം എന്ന് പറഞ്ഞാൽ നടക്കണേ. അന്ന് ദൈവത്തിന്റെ വചനം പറയും, ഈ പുസ്തകം ഈ സന്ദേശം ഒന്ന് വായിച്ചാൽ മതി, നീ അനുഗ്രഹിക്കപ്പെടും. ഇതൊന്ന് കേട്ടാൽ മതി, നീ അനുഗ്രഹിക്കപ്പെടും. അതാണ് അടുത്ത വാക്യത്തിൽ പറയുന്നത്. വായിച്ചേ, അതിന്റെ വെളിപ്പാട് 1-3. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയം അടുത്തിരിക്കുന്നു. ശ്രദ്ധിച്ചേ, ഞാനിപ്പോ നിങ്ങളോട് പറയുമ്പോ ഞാൻ ഭാഗ്യവാനായി. പിടുത്തം കിട്ടിയ? ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ഞാൻ ഭാഗ്യവാനായി. അത് ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവൻ, ഞാൻ നിങ്ങളെ കേൾപ്പിക്കുക. ഹല്ലേലൂയ. പിന്നെ കേൾക്കുന്ന നിങ്ങൾ ഭാഗ്യവാന്മാരായി. കേൾക്കുന്നവർ ഭാഗ്യവാന്മാരായി. അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവർ ഭാഗ്യവാന്മാരായി. എന്നിട്ട് പറയാണ്, ഇതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നടക്കാൻ പോവാണ്, സമയം അടുത്തിരിക്കുന്നു. അപ്പൊ വളരെ ശ്രദ്ധിച്ചോളാം. ഇത് ദൈവം നമ്മൾ അറിയാൻ വേണ്ടി വെച്ചിരിക്കുന്നതാ. ഇനി അടുത്തത് ശ്രദ്ധിക്കുക. ഗ്രീറ്റിംഗ്സ് ബിഫോർ ദ ബിഗിനിങ് ഓഫ് ദ മെസ്സേജ് ആരംഭിക്കുന്നതിന് മുമ്പുള്ള വന്ദനം. ആ സെക്ഷൻ എടുത്തിട്ട് തരിക ഓരോരോ വചനങ്ങളും, ആളുകൾ നിങ്ങളെ പറ്റിക്കാതിരിക്കാൻ. ഇപ്പൊ എന്നാ പറയണേ? വന്ദനം. മനസ്സിലായില്ലേ? ഇപ്പൊ ഇവിടെ മെസ്സേജ് ആരംഭിക്കുന്നതിന് മുമ്പ് സ്വർഗസ്ഥ പിതാവിന്റെയും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം പറഞ്ഞില്ലേ? ഇതേപോലെ വന്ദനം അറിയിക്കുകയാണ്. മെസ്സേജ് ആരംഭിക്കുന്നതിന് മുമ്പുള്ള വന്ദനം. അത് ഇങ്ങനെയാണ് വന്ദനം അറിയിക്കുന്നത്. സ്വർഗപിതാവിൻ്റെയും ദൈവപിതാവിന്റെ സന്നിധിയിലുള്ള ദൈവത്തിന്റെ ആത്മാക്കളുടെയും ഭൂരാജാക്കന്മാർക്ക് അധിപനായ യേശുക്രിസ്തുവിന്റെയും വന്ദനം അറിയിക്കുന്നു. ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ. അപ്പൊ ഈ വന്ദനം അറിയിക്കുകയാണ്. പിതാവിന്റെ, പുത്രന്റെ, പരിശുദ്ധ ആത്മാവിന്റെ വന്ദനം അറിയിക്കുക. ഹല്ലേലൂയ. സ്വർഗത്തിൽ സാക്ഷ്യം പറയുന്ന ആ സിസ്റ്റത്തിന്റെ വന്ദനം അറിയിക്കുകയാണ്. ഇതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് അവരുടെ ക്യാപ്ഷൻ വെച്ചിട്ടാണ് വന്ദനം പറയുന്നത്. ചിലരിങ്ങനെ പറയും, മോദിയുടെയും പിണറായിയുടെയും ശങ്കരന്റെയും എന്ന് പറയാം. പക്ഷെ അതിനു പകരം ക്യാപ്ഷൻ വയ്ക്കാം, പ്രധാനമന്ത്രി മോദിയുടെയും മുഖ്യമന്ത്രി പിണറായിയുടെയും കളക്ടർ ശങ്കരന്റെയും. അങ്ങനെയും പറയാം അല്ലേ? വളരെ ക്ലിയർ ആയി. ഇതും അതുപോലെ കൊടുത്തേക്കണേ, ക്ലിയർ ആക്കി കൊടുത്തേക്കണേ. സ്വർഗസ്ഥ പിതാവിനെ കുറിച്ച് പറയുകയാണ്, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും. ഇന്ന് സ്വർഗസ്ഥ പിതാവ് വരുന്നു എന്നുള്ള കാര്യം പോലും സഭയ്ക്ക് അറിഞ്ഞുകൂടാ. വെളിപ്പാട് 21:3 പറയാണ്, ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ, ദൈവം മനുഷ്യരോടുകൂടെ പാർക്കും. മനസ്സിലായോ? അതാണ് സുവിശേഷ സന്ദേശം. ദൈവരാജ്യം സമീപിച്ചു, നിന്റെ ദൈവം നിന്നോടുകൂടെ പാർക്കാനുള്ള കാലമായി. ഇത് ജനത്തിനത് അറിയത്തില്ല. കാരണം ചോറില്ലാത്ത സദ്യയാണല്ലോ. ചോറിന് പകരം വലിയൊരു പപ്പടം വട്ടത്തിൽ വെച്ച് കൊടുത്തു. ജനം പപ്പടം കഴിച്ചു, കറിയും കഴിച്ച് വീട്ടിൽ പോയി. ഇതേ അവസ്ഥയായിപ്പോയി. അവർക്കറിയില്ല. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചോ, അതിന്റെ ഗ്രീറ്റിംഗ്സ് എങ്ങനെ എഴുതിയിരിക്കുന്നത് വായിച്ചേ. യോഹന്നാൻ ആസ്യയിലെ 7 സഭകൾക്കും എഴുതുന്നത്, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവങ്കിൽ നിന്നും. ഇതാണ് സ്വർഗസ്ഥ പിതാവ്. മനസ്സിലായോ? ഇതാണ്
സ്വർഗസ്ഥ പിതാവിന്റെ പുറകിലുള്ള ക്യാപ്ഷൻ. വേറെ ഒരാളുമല്ല പ്രപഞ്ചത്തെ വാഴുന്നത്, അത്യുന്നതനായ സ്വർഗസ്ഥ പിതാവാണ്. അത് ഇപ്പോഴുള്ള ലോകമായാലും മുമ്പത്തെ ലോകമായാലും വരാൻ പോകുന്ന ലോകമായാലും, 3 ലോകത്തെക്കുറിച്ച്, ഭൂമിയെ സംബന്ധിച്ച് 3 ലോകത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വരാൻ പോകുന്ന ലോകമായാലും വാഴാൻ പോകുന്നത്, ആത്യന്തികമായി വാഴാൻ പോകുന്നത് സ്വർഗസ്ഥ പിതാവാണ്. സ്വർഗസ്ഥ പിതാവിന്റെ കീഴിൽ ആ ഭരണം നടത്തുന്ന ആളാണ് ക്രിസ്തു. പിടുത്തം കിട്ടിയ ക്രിസ്തുവോട് ചേർന്നാണ് നമുക്ക് ഇൻവിറ്റേഷൻ ഭരണകർത്താക്കന്മാരായി. ഗ്ലോറി. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, എല്ലാ കാര്യങ്ങളും യഥാസ്ഥാനപ്പെടുത്തിയ ശേഷം യേശു ക്രിസ്തു രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. ഹല്ലേലൂയ. എന്തിനാ? വാഴാൻ. പിടുത്തം കിട്ടിയ? ഹല്ലേലൂയ. അപ്പോ ആ യേശു ക്രിസ്തു പിന്നെ ഈ പിതാവിന്റെ കീഴിലാണ് എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. പിതാവിന് വേണ്ടി സകലതും വാഴുന്ന ഭുജമാണ് ക്രിസ്തു. ഹല്ലേലൂയ. അപ്പോ വളരെ വ്യക്തതയോടെ നമ്മൾ ഈ കാര്യം തിരിച്ചറിഞ്ഞാൽ നന്നായിരിക്കും. അതായത് 3 ലോകത്തെ കാണാം. ഇപ്പോൾ ഇരിക്കുന്നവൻ, അതാണ് പറയുന്നത്, ഇരുന്നവൻ, മുമ്പിലത്തെ ലോകത്ത് ഇരുന്നവൻ. ഇതാണ് ദൈവത്തിന്റെ വചനം പറയുന്ന ഒരു രംഗമുണ്ട്. 3 ലോകങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഈ നിങ്ങൾ ശ്രദ്ധിച്ചേ, ചിത്രം കാണിച്ചു തരാം. കണ്ടോ? 3 ലോകങ്ങൾ കണ്ടോ? ഭൂമിയെ സംബന്ധിച്ച് 3 ഭാഗങ്ങളുണ്ട്. എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ടൈം ഇവിടെ ഇല്ല. നേരത്തെ ഓൾറെഡി പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ. 3 ലോകങ്ങൾ. ഇതാ ഈ നടുവിൽ കാണുന്നതുണ്ടോ? ഈ നടുവിൽ ഭൂമിയുണ്ടോ? ഈ ഭൂമിയാണ് ഞാനും നിങ്ങൾ ഇന്നായിരിക്കുന്ന ഭൂമി. അവിടെയാണ് സ്വർഗസ്ഥ പിതാവ് ഇരിക്കുന്നത്. ഇതാണ് 103 സങ്കീർത്തനത്തിൽ അവസാന ഭാഗം പറയുന്നത്. യഹോവ തന്റെ സിംഹാസനം സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു, അവന്റെ രാജത്വം സകലത്തെയും ആഴുന്നു. ഇപ്പൊ ഇരിക്കുന്ന ആളാണ്. ഇതിനു മുമ്പൊരു ലോകം ഉണ്ടായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 1:1 പറയുന്ന ലോകം. അതാണ് ദൈവം ആദിയിൽ ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചു. ആ ലോകത്തും അത് ദൂതന്മാരുടെ ലോകമാണ്. ഹല്ലേലൂയ. അവിടെയും ഇരുന്നവൻ സ്വർഗസ്ഥ പിതാവ് തന്നെ. എന്താണ് തെളിവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെയാണ് ദൂതന്മാര് ഇന്നത്തെ പിശാചും കൂട്ടരും പറഞ്ഞ രംഗം ഇതാണ്. ലൂസിഫർ പറഞ്ഞ രംഗം ഇതാണ്: ഞാൻ അത്യുന്നതനോട് സമനാകും, എന്റെ സിംഹാസനം അത്യുന്നതന്റെ നക്ഷത്രങ്ങൾക്ക് മുകളിൽ വയ്ക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ ഓൾറെഡി നിങ്ങൾ പഠിച്ചതാണ്, കേട്ടതാണ്. അതിന്റെ അർത്ഥം അന്നും വാണിരുന്നത് ആര് തന്നെയാ? സ്വർഗസ്ഥ പിതാവ് തന്നെയാണ് അന്നും വാണിരുന്നത്. അതുകൊണ്ടാണ് ഇരുന്നവൻ, ഈ ലോകത്ത് ഇരുന്നവൻ, കഴിഞ്ഞ ലോകത്ത് ഇപ്പോൾ ഇരിക്കുന്നവൻ, ഈ ലോകത്ത് ഇരിക്കുന്നവൻ, കഴിഞ്ഞ ലോകത്ത് ഇരുന്നവൻ. ഇനി ഒരു ലോകം വരാൻ പോകുന്നുണ്ട്. അതാണ് പുതിയ ആകാശവും പുതിയ ഭൂമി, നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും. അതാണ് നിങ്ങൾ ഈ കാണുന്നത്. അങ്ങോട്ടാണ് പുതിയ യെരൂശലേം. കണ്ടോ? ഈ ക്യൂബ് വരുന്നുണ്ട്, ഇറങ്ങി വരുന്നു. അവിടെ ഇരിക്കാൻ പോണവനും ആര് തന്നെയാ? സ്വർഗസ്ഥ പിതാവാണ്. ആ പിതാവിന്റെ കീഴിലാണ് ആര് വാഴുന്നത്? ക്രിസ്തു. പിതാവിന് വേണ്ടി എല്ലാം വാഴും, പ്രപഞ്ചത്തിന്റെ രാജാവായി. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. യേശു ക്രിസ്തു രാജാക്കന്മാരുടെ രാജാവാണ്. അതാണ് ഏത് ഭൂരാജാക്കന്മാരുടെ, അപ്പോൾ തന്നെ മറ്റുള്ള എല്ലാ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും തലയാണ് ക്രിസ്തു. എന്നാൽ ക്രിസ്തുവിന്റെ മുകളിൽ ഒരു രാജാവുണ്ട്, അതാണ് സ്വർഗസ്ഥ പിതാവ്. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. ഇതൊരു ഹൈറാർക്കിയാണ്, ഒരു മാർഗമാണ്. ഇത് എല്ലാ രാജാക്കന്മാരുടെ ഒരു ഭരണ ശ്രേണിയാണ്. ഹല്ലേലൂയ. മന്ത്രിമാരുടെ ഭരണശ്രേണി. മന്ത്രിമാർക്ക് മുകളിൽ മുഖ്യമന്ത്രി, മുഖ്യമന്ത്രിമാർക്ക് മുകളിൽ പ്രധാന മന്ത്രി. ഇതേപോലെയാണ് ഭരണം. ഇതുകൊണ്ടാണ് യേശുക്രിസ്തു പറയുന്നത്, രാജാക്കന്മാരെ എന്നുള്ള അവസാനം വെളിപ്പാട് 22:5 മാത്രമല്ല. ശ്രദ്ധിച്ച് കേൾക്കുക. യേശുക്രിസ്തു പറയുന്ന ഒരു കാര്യമുണ്ട്: എന്റെ പിതാവ് എനിക്ക് കിങ്ഡം തന്നതുപോലെ. അപ്പൊ ഞാൻ ആരാണ്? ഞാൻ രാജാവാണ്. എനിക്ക് കിങ്ഡം കിട്ടിയത് എവിടെ നിന്നാണ്? എന്റെ പിതാവിൽ നിന്നാണ് ഞാൻ രാജാവായത്. ലൂക്കോസ് 23:29. എന്റെ പിതാവ് എനിക്ക് കിങ്ഡം തന്നതുപോലെ ഞാൻ നിങ്ങൾക്കും കിങ്ഡം തരും. മനസ്സിലാവുന്നുണ്ടോ? ദൈവരാജ്യത്തിന്റെ 3 ഭാഗങ്ങളാണ്. പിതാവ് കിങ്ഡം തന്നു, പിതാവിന്റെയാണ് എല്ലാ കിങ്ഡവും. അതാണ് യേശുവിന് കൊടുത്തേക്കണേ. അപ്പൊ യേശുവിന് അത് കിട്ടിയതാ. ആ കിങ്ഡമാണ് യേശു നമുക്കും തരുന്നത്. അപ്പോ ഏറ്റവും ഉന്നതനായ രാജാവ് സ്വർഗസ്ഥ പിതാവ്. അത് ആ സ്വർഗസ്ഥ പിതാവ് രാജാക്കന്മാരുടെ രാജാവാണ്. ഇത് യേശു ക്രിസ്തു അതിന്റെ താഴെ. യേശു ക്രിസ്തു രാജാവാണ്, രാജാക്കന്മാരുടെ രാജാവാണ്. അതിന്റെ താഴെ നമ്മൾ. മനസ്സിലാകുന്നുണ്ടോ? എല്ലാം രാജഭരണമാണ്. ഇതാ കർത്താവ് യേശു പറഞ്ഞത്: ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട, കിങ്ഡം, ഭരണം നിങ്ങൾക്ക് തരാൻ ഇതാ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. അപ്പൊ നമ്മൾ വേണം ഇനി ഭൂമിയെ വാഴാൻ. അത് ദാനിയേൽ 7:18 പ്രവചന നിവർത്തീകരണമാണ്. അവിടെ പറയാണ്, അത്യുന്നതന്റെ വിശുദ്ധന്മാരാണ് ഇനി ഭൂമിയെ വാഴാനായിട്ട് പോകുന്നത്.
ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നിങ്ങൾ തിരിച്ചറിയണം, എന്റെ മക്കളെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ അടുത്ത രാജാവാ. അജി അടുത്ത രാജാവായിരിക്കണം. അജിക്ക് അറിഞ്ഞൂടെ ഈ സംഭവം? ഹല്ലേലൂയ. വാഴേണ്ട രാജാവാണ്. പക്ഷേ അതൊന്നും അറിയാതെ ഒരു തൂമ്പ കൊണ്ട് മാത്രം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു വാക്കത്തി കൊണ്ട് മാത്രം ജീവിതം അവസാനിക്കുക അല്ല. നമ്മൾ ഇവിടെ പണിയെടുക്കണം, ഒക്കെ ചെയ്യണം, എല്ലാം ചെയ്യണം. പക്ഷെ ഭാവി ഞാൻ രാജാവാണെന്നുള്ള കാര്യം ഓർമ്മ വേണം. ആര് പറഞ്ഞു? വിശുദ്ധ ബൈബിളിൽ യേശുവോട് ചേർന്ന് വാഴേണ്ട ആളാ. മരണമില്ലാത്ത രാജകുമാരനായിരിക്കുന്നത്. പക്ഷെ ഒരു ബോധവുമില്ല. ദൈവത്തിന്റെ വചനം നമ്മൾ സത്യം നീ അറിയുമ്പോൾ സത്യം നിന്നെ സ്വതന്ത്രമാകും. ഇതാ യേശു കർത്താവ് പറയുന്നത്. അപ്പൊ ഈ സത്യം അറിയണം, വിശുദ്ധ ബൈബിളിലെ വചനത്തിലേക്ക് കടന്നു വരണം. അടുത്ത ഭൂമിയുടെ രാജാവായി. ഇതാണ് ഈ മകനോട് സാക്ഷ്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറയാണ്, അദ്ദേഹം ഒരു മുക്കുവനാ. അദ്ദേഹം വാക്കത്തിരുന്ന് നടക്കുന്ന ഒരാളല്ല, ഒരു മുക്കുവനാ. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാ, ഇപ്പോഴെനിക്ക് മനസ്സിലായേ, ഞങ്ങളുടെ അവിടെ കേട്ടത് അല്ലെങ്കിൽ ഇന്ന പാസ്റ്റർ പറഞ്ഞത് ഇതാണ്, ഞങ്ങൾ ഒരിക്കലും രാജാവാകത്തില്ലെന്ന് പറഞ്ഞേ. പക്ഷെ വെളിപ്പാട് 22:5 പറയുന്നു, അവർ എന്നേക്കും രാജാക്കന്മാർ. ഹല്ലേലൂയ. അപ്പോഴാണ് ആ മകൻ വിശ്വസിച്ചത്. അപ്പോ ഈ ഫേസിൽ അദ്ദേഹം ഒരു മുക്കുവനാ. പക്ഷെ അടുത്ത ഫേസിൽ ദൈവം വെച്ചിരിക്കുന്നത് ദൈവത്തിന്റെ മകനായ രാജാവായിട്ടാ, ക്രിസ്തുവിന്റെ സഹോദരനായിട്ടാ, കൂട്ടവകാശിയായിട്ടാ. അപ്പൊ ഇതാണ് ബൈബിളിലെ സന്ദേശം. ഈ സന്ദേശം പറയാതെ ചുമ്മാ യേശുവിനെ സ്തുതിച്ചു മാത്രം അവസാനിക്കല്ലേ എന്ന ഈ പറഞ്ഞു തരുന്നത്. ഹല്ലേലൂയ. അവസാനം യേശു പറയും, എന്നെ ഉയർത്തി എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല, സ്വർഗ്ഗരാജ്യത്തിൽ കയറത്തില്ല. എന്നെ കർത്താവേ കർത്താവ് എന്ന് പറയുന്നവനല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്താലേ സ്വർഗ്ഗരാജ്യത്തിൽ കയറുള്ളൂ. പിതാവിന്റെ ഇഷ്ടമോ നമ്മൾ ആത്മാവിന്റെ ശുദ്ധീകരണത്തിലൂടെ യേശുവിനെ പോലെയുള്ള ദൈവത്തിന്റെ മക്കളായി വെളിപ്പെടണം. അതുവഴി ദൈവത്തിന്റെ അവകാശിയും ക്രിസ്തുവിന്റെ കൂട്ടവകാശിയുമായി മാറും, ദൈവ കുടുംബത്തിലെ അംഗങ്ങളായി മാറും. അപ്പൊ ഈ ഒരു സംഭവം നമ്മൾ വ്യക്തമായി തിരിച്ചറിയണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ഇത് പെട്ടെന്ന് ഇത് കൊണ്ടുവന്നത് ഈ വിഷയമല്ല, ധാരാളം പഠിക്കേണ്ടതാണ്, നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. 3 ലോകമുണ്ട്. ഇപ്പോഴുള്ള ലോകം, കഴിഞ്ഞുപോയ ലോകം. അതാണ് ഉൽപ്പത്തി 1:1. ദൈവം ആദിയിൽ ആകാശം ഭൂമിയെ സൃഷ്ടിച്ചു. പക്ഷെ എന്തു പറ്റി? ഭൂമി പാഴായും ശൂന്യമായും പോയി. അതാണ് പഴയ ലോകം. എന്നാൽ ഇപ്പോഴുള്ള ലോകം എന്ന് പറയുന്നത് ദൈവം റീക്രിയേറ്റ് ചെയ്തതാ, പുതിയതായി സൃഷ്ടിച്ചെടുത്തതാ. ഇനി വരാൻ പോകുന്ന പറഞ്ഞാൽ ഇതിനെ മാറ്റിയിട്ട് പുതിയ ആകാശവും പുതിയ ഭൂമിയും വരും. അതാണ് ഈ 3 ലോകം. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ഇപ്പോൾ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവെങ്കിൽ നിന്ന്. ഹല്ലേലൂയ. അപ്പൊ യേശുക്രിസ്തു വരൂല, തീർച്ചയായും യേശു തൊട്ടടുത്ത് യേശു വന്നിട്ട് വേണം ഇതൊക്കെ യഥാസ്ഥാനമാക്കിയിട്ട് ഈ പുതിയ ആകാശം പുതിയ ഭൂമി വരാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. അത് പിന്നെ 1000 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഹല്ലേലൂയ. അപ്പോ എന്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ആ വചനമൊക്കെ പഠിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. ഞാൻ എന്തിനാ അങ്ങോട്ട് പോയേ? ആ ക്യാപ്ഷൻ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാ. അതായത് സ്വർഗസ്ഥ പിതാവിന് മാത്രം കൊടുക്കുന്ന ക്യാപ്ഷനാണ് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനാ. ആ ക്യാപ്ഷൻ വേറെ ഒന്നുമില്ല. യേശുവിന് കൊടുക്കുന്ന ക്യാപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവും ഭൂരാജാക്കന്മാർക്ക് അധിപതിയും ഭൂമിയിലെ രാജാക്കന്മാരുടെ രാജാവാണ് യേശു ക്രിസ്തു. ഹല്ലേലൂയ. ക്യാപ്ഷൻ മറക്കരുത്. അതായത് ഒരിക്കലും പിണറായിക്ക് പ്രധാനമന്ത്രി എന്നുള്ള ക്യാപ്ഷൻ കിട്ടില്ല. പിണറായിക്ക് കിട്ടുന്നത് മുഖ്യമന്ത്രി എന്നുള്ള ക്യാപ്ഷനാണ്. ഹല്ലേലൂയ. എന്നാൽ മോദിക്ക് കിട്ടുന്നത് പ്രധാനമന്ത്രി എന്നുള്ള ക്യാപ്ഷന്. പിടുത്തം കിട്ടിയ ശങ്കരൻ കളക്ടർ ആണെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്നത് മുഖ്യമന്ത്രിയെന്നോ പ്രധാനമന്ത്രിയൊന്നും കിട്ടില്ല. പകരം കളക്ടറായ ശങ്കരൻ എന്നേ കിട്ടത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഇതേപോലെയാണ് ഇവിടുത്തെ ക്യാപ്ഷൻസ് ഇവിടെ പറയുന്നത്. ഒന്നുകൂടി വായിച്ചോളൂ. അതിന്റെ 4 മുതൽ. യോഹന്നാൻ ആസ്യയിലെ 7 സഭകൾക്കും എഴുതുന്നത്, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവെങ്കിൽ നിന്നും അവന്റെ സിംഹാസനത്തിന്റെ മുമ്പിലുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്നും. അടുത്തത് ഗ്രീറ്റിംഗ്സ് പറയുക. ഗ്രീറ്റിംഗ്സ് 3 സ്ഥലത്ത് നിന്ന് കയറി വരികയാണ്. ഒന്ന് സ്വർഗസ്ഥ പിതാവിന്റെ അടുക്കൽ നിന്ന്. ഹല്ലേലൂയ. അതാണ് ഇരിക്കുന്നവൻ ഇരുന്നവൻ വരുന്നവൻ. ഇനി പറയാണ് ദൈവത്തിന്റെ ആത്മാവ്. ദൈവത്തിന്റെ ആത്മാവിന്റെ 7 ഓഫീസുകളാണ് പറയുന്നത്. അതായത് പൂർണ്ണമായും പറയുമ്പോൾ ഒരൊറ്റ ആത്മാവേ ഉള്ളൂ. ഇത് എത്ര കൈയുണ്ട് നോക്കി? എത്ര കൈയുണ്ട്? ഒരു കൈയല്ലേ ഉള്ളൂ. പക്ഷെ നോക്കി അതെങ്ങനെയായി മാറി? 5 വിരലായിട്ട് മാറിയണോ? ഇതേപോലെ തന്നെ ദൈവത്തിന്റെ ആത്മാവ് പല വ്യക്തികളായിട്ട് മാറും. അത് ദൈവത്തിന്റെ പ്രത്യേകത, പല വ്യക്തികളായിട്ട് മാറും. അത് 7 മാറും. പിന്നെ 7 വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യും. അത് ദൈവത്തിന്റെ ആത്മാവിന്റെ ആ പ്രവർത്തന ശൈലിയാണ്. അപ്പോ ആ 7 ആത്മാക്കൾ, പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണമായ 7 ആത്മാക്കൾ ദൈവസിംഹാസനത്തിന് മുമ്പിലുണ്ട്. ആ ദൈവസിംഹാസനത്തിന് മുമ്പിലുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്നും താഴേക്ക്. ഇനി യേശുവിനെ കുറിച്ചുള്ള ക്യാപ്ഷൻ പറയാൻ പോണേ. അടുത്ത ആള് മനസ്സിലായോ? നമ്മൾ പറഞ്ഞില്ലേ, മോദി, പിണറായി, ശങ്കരൻ. പ്രധാനമന്ത്രി മോദിയിൽ നിന്നും, മുഖ്യമന്ത്രി പിണറായിയിൽ നിന്നും, കളക്ടർ ശങ്കരനിൽ നിന്നുള്ള വന്ദനം നിങ്ങളെ അറിയിക്കുന്നു എന്ന് ആ ജില്ലക്കാരോട് പറയുന്നത് പോലെയാണ് ഈ സംഭവം. ഹല്ലേലൂയ. താഴേക്ക്. വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശു ക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ക്ലിയർ അല്ലേ? മനസ്സിലായോ? അതായത് സ്വർഗസ്ഥ പിതാവിന്റെയും തന്റെ ആത്മാവിന്റെ പക്കൽ നിന്ന്
തൻ്റെ പുത്രനായ ക്രിസ്തുവിൻ്റെ പക്കൽ നിന്ന് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. അതോടുകൂടി ആ സംഭവം ക്ലിയർ ആയി. ഹല്ലേലൂയ. കഴിഞ്ഞു. അപ്പോൾ ഓരോ സെക്ഷനായിട്ട് നമ്മൾ പഠിക്കുക. ഇനി അടുത്തത് അതിൽ വെളിപ്പാടിൻ്റെ 6, 7 പറയുന്നത് ജീസസിന്റെ പ്രവൃത്തി എന്താണെന്നാണ്. ഇവിടെ ജീസസിന്റെ പ്രവൃത്തി, ഇതിൽ സന്ദേശത്തിൽ ജീസസിന്റെ പ്രവൃത്തി എന്താണ് 6, 7 പറയണേ. ഹല്ലേലൂയ. വായിച്ചേ. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരുമാക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും. ആമേൻ. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഉവ്വ് ആമേൻ. ഉവ്വ് ആമേൻ എന്ന് പറഞ്ഞാൽ ആ സെന്റൻസ് അവിടെ തീർന്നു. മനസ്സിലായോ? ഇനി അത് അടുത്തതായിട്ട് കൂട്ടിക്കലർത്തണ്ട. അവിടെ തീർന്നു, ഫിനിഷ്. ഇത് യേശുവിന്റെ പ്രവൃത്തി. ഇതാണ് യേശുവിന്റെ പ്രവൃത്തി. ഷോർട്ടായിട്ട് കൊടുത്തിരിക്കുകയാണ്. നമ്മളെ തന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയിട്ട്, നമ്മളുടെ പിതാവായ ദൈവത്തിന് വേണ്ടിയാ വിലയ്ക്ക് വാങ്ങിയത്. വിലയ്ക്ക് വാങ്ങിയിട്ട് നമ്മളെ രാജ്യവും പുരോഹിതന്മാരും, കിങ്ഡമാക്കി, രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി തീർത്തു. ആര്? ക്രിസ്തു. പിടുത്തം കിട്ടിയ. എന്നിട്ട് അടുത്ത പറയാണ്, ഇതാ അവൻ വീണ്ടും വരും. പ്രവൃത്തി പൂർത്തിയായിട്ടില്ല, ഇനി വീണ്ടും വരും. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ആ യേശുവിന് വേണ്ടി നമ്മളെ കാത്തിരിക്കുന്നത്. പിടുത്തം കിട്ടിയത് നിങ്ങൾക്ക്? എന്നിട്ട് അത് വന്നിട്ട് പറയാണ്, അവനെ കുത്തി തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെ അവനെ ചൊല്ലി വിലപിക്കും. ഉവ്വ് ആമേൻ. സംഭവം ഫിനിഷ്. പിടുത്തം കിട്ടിയ? ഇനിയാണ് ഉൽപ്പത്തി 1 പറഞ്ഞ സന്ദേശം തുടങ്ങുന്നത്. ഉൽപ്പത്തി 1 എന്താ പറഞ്ഞേ? വേഗത്തിൽ സംഭവിക്കാനുള്ളത് ദൈവം, അതായത് ഇരിക്കുന്നവനും വരുന്നവനുമായ ദൈവം അത് ക്രിസ്തുവിന് കൊടുത്തു. ഇല്ലേ? ഇത്രയും നേരവും സംഭവത്തിന്റെ കൺക്ലൂഷനും ഗ്രീറ്റിംഗ്സും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനിയാണ് സംഭവം തുടങ്ങാൻ പോണേ. പിടുത്തം കിട്ടിയ? ഹല്ലേലൂയ. അപ്പൊ ഇത് കൊണ്ടുപോയി യേശുവായിട്ടങ്ങ് മിക്സ് ചെയ്യും. എന്നിട്ട് നമ്മളെ പറ്റിക്കുക. ഇതാണ് പിശാചിന്റെ തന്ത്രം. അപ്പൊ ഇനിയാണ് സംഭവം തുടങ്ങാൻ പോണേ. അതാണ് ദ സ്റ്റാർട്ടിങ് ഓഫ് മെസ്സേജ്. വായിച്ചേ. ഇനിയാണ് പിതാവ് സംസാരിക്കാൻ തുടങ്ങുകയാണ്. വായിക്കുക. ഞാൻ അൽഫയും ഒമേഗയും ആകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. സ്പെഷ്യൽ തുടങ്ങുകയായി. നേരത്തെ പറഞ്ഞത് മൊത്തം ഇൻട്രൊഡക്ഷനും ഗ്രീറ്റിംഗ്സും അതിന്റെ കൺക്ലൂഷനും ഒക്കെയാ പറഞ്ഞേ. ഇനി മെസ്സേജ് തുടങ്ങുകയാണ്. ഇതാ ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു. അതിന്റെ അർത്ഥം ഞാൻ എല്ലാം ആകുന്നു. ആൽഫ ആൻഡ് ഒമേഗ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഗ്രീക്ക് ലെറ്ററിലെ ആദ്യ അക്ഷരവും അവസാന അക്ഷരവുമാണ്. ആ ലെറ്ററിന്റെ ഉള്ളിൽ, അതിന്റെ ഇടയിലുള്ള ലെറ്ററുകൾ കൊണ്ടാണ് ഗ്രീക്കിലെ എല്ലാ വേർഡുകളും ഉണ്ടാക്കിയിരിക്കുന്നത്. മനസ്സിലായോ? ഗ്രീക്കിലുള്ള എല്ലാ അതിൻ്റെ ഉള്ളിൽ ഒതുങ്ങും. അപ്പൊ ആൽഫ ആൻഡ് ഒമേഗ എന്ന് വെച്ചാൽ വേറൊരു പേരാണ് ആരംഭവും അവസാനവും. അതിന്റെ അർത്ഥം ദൈവത്തിന് ആരംഭം ഉണ്ടെന്നല്ല, ദൈവം അവസാനിക്കുന്നു എന്നും അല്ല. മനസ്സിലായോ? ഈ ആൽഫ ആൻഡ് ഒമേഗ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എല്ലാം. മനസ്സിലായോ? ഇത് നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് സംശയം ഉണ്ടെങ്കിൽ ഡീറ്റെയിൽ പിന്നെ വരാം. ഇനി ഡീറ്റെയിൽ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ A to Z എന്ന് കേട്ടിട്ടുണ്ടോ? ആൽഫ ആൻഡ് ഒമേഗ എന്ന് കേട്ടോ? A to Z എന്ന് കേട്ടിട്ടുണ്ടോ? എന്താ A to Z എന്ന് പറഞ്ഞാൽ? ഇംഗ്ലീഷിലെ എല്ലാം അതിൻ്റെ ഉള്ളിൽ ഉണ്ട്. ഒരു സ്ഥാപനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ A to Z അവിടെ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഈ വിഷയത്തെ സംബന്ധിച്ച് എല്ലാം അവിടെയുണ്ട്. ഇത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ എറണാകുളത്ത് ഇത് നമ്മൾ വീട് പണിതപ്പോൾ എറണാകുളത്ത് MG റോഡിന്റെ അപ്പുറത്ത് ഗ്രൗണ്ടിന്റെ പുറകില് PT ഉഷ റോട്ടില് ഒരു A to Z സാനിറ്ററി ഷോപ്പ് ഉണ്ട്. ഇപ്പോഴും ഉണ്ടത് അവിടെ. ഹല്ലേലൂയ. അവിടെ നിന്നാണ് സാധനം എടുത്തത്. അതിന്റെ പേരാണ് A to Z സാനിറ്ററി ഷോപ്പ്. അതിന്റെ അർത്ഥം സാനിറ്ററിയുമായി ബന്ധപ്പെട്ട സകല സാധനവും അതിന്റെ ഉള്ളിൽ ഉണ്ട് എന്നാണ് അർത്ഥം. പിടുത്തം കിട്ടിയ? ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ആൽഫ ആൻഡ് ഒമേഗ എന്നുള്ള പേര് സ്വർഗസ്ഥ പിതാവിനുണ്ട്, കർത്താവായ യേശുവിനുണ്ട്. വിവരം ഡീറ്റെയിൽസ് പുറകെ നമുക്ക് കൊണ്ടുവരാം. എന്നാൽ സ്വർഗസ്ഥ പിതാവിനൊരു പേരുണ്ട്, ആ പേര് യേശുവിനില്ല. സ്വർഗസ്ഥ പിതാവിന്റെ ഒരു പേരാണ് ഞാൻ അനാദിയായും ശാശ്വതമായും ഞാൻ ദൈവമാണ്. എറ്റേണലി പാസ്റ്റ്, എറ്റേണലി ഫ്യൂച്ചർ, ഞാൻ ദൈവമാണ്. പിടുത്തം കിട്ടിയോ? ഹല്ലേലൂയ. പക്ഷെ രണ്ടുപേരും ആൽഫ ആൻഡ് ഒമേഗയാണ്. എല്ലാമാണ്. ഒരാള് പ്രൊജക്ടിന്റെ
ആൽഫ ആൻഡ് ഒമേഗയാണെങ്കിൽ ഒരാൾ പ്രൊജക്റ്റിൽ ആൽഫ ആൻഡ് ഒമേഗയാണ്. രണ്ടും വേറെ വേറെ കേട്ടോ. ഹല്ലേലൂയ. ഒരാൾ പ്രൊജക്റ്റിന്റെ ആൽഫ ആൻഡ് ഒമേഗയാണ്, കാരണം അദ്ദേഹമാണ് ഓണർ. മറ്റേ ആള് പ്രൊജക്റ്റിൽ ആൽഫ ആൻഡ് ഒമേഗയാണ്, പുള്ളിയിലാണ് പ്രൊജക്റ്റ് നടക്കുന്നത്. ഹല്ലേലൂയ. സിമ്പിളായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ധ്യാനിച്ചോ പോയിട്ട്. ഹല്ലേലൂയ. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ എല്ലാം ഇന്ത്യ ഗവൺമെന്റ് ആണ് ഡൽഹിയിലെ. പക്ഷെ കൊച്ചിൻ ഷിപ്പ്യാർഡ് കൊച്ചിയിലാണ്. ധ്യാനിച്ചോ പിന്നെ അതിലേക്ക് പോവാം, കാരണം ടൈമില്ല. ഹല്ലേലൂയ. ഇനി ശ്രദ്ധിച്ചേ, ദ സ്റ്റാർട്ടിങ് ഓഫ് ദ മെസ്സേജ്. ഈ സ്റ്റാർട്ടിങ് ഓഫ് ദ മെസ്സേജിൽ അവിടെ പറയുന്ന ഒരു കാര്യം, ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു, ഞാനാണ് എല്ലാം എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി. അപ്പൊ ഇയാൾ ആരായിരിക്കും? മുഖ്യമന്ത്രി പിണറായി. അത് വാക്ക് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ ക്യാപ്ഷൻ കൊടുത്തു, അതായത് പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ ക്യാപ്ഷൻ കൊടുത്തിട്ട് അവിടെ കൊണ്ടുപോയിട്ട് പിണറായി എന്ന് കൊടുക്കുവോ? അപ്പൊ ഇത് ആരുടെ ക്യാപ്ഷനാ? ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും എന്നുള്ളത് സ്വർഗസ്ഥ പിതാവിന്റെ ക്യാപ്ഷനാ. അപ്പോ ഇത് വേറെ ആരുമല്ല, സ്വർഗസ്ഥ പിതാവാണ്. എന്നിട്ട് പറയാണ്, സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. അപ്പൊ ഇത് മൊത്തം നേരത്തെ നമുക്ക് കേട്ടു, ഇത് ആരുടെ അരുളപ്പാടാ? മൊത്തം പിതാവിന്റെ അരുളപ്പാടാ. അപ്പൊ ഇതിനെ വെട്ടിയിട്ട് കർത്താവെന്ന് കണ്ടില്ലേ, അവിടെ കൊണ്ടുപോയി ആരെ അങ്ങ് പിടിപ്പിച്ചു? യേശുവിനെ അങ്ങ് പിടിപ്പിച്ചു. ഇനി മുകളിലത്തെ വേടുമാ, 7ാം വേടും യേശുവിനെ കുറിച്ചാണ്, 9ാം വേടും യേശുവിനെ കുറിച്ചാ. അപ്പൊ പിന്നെ 8 യേശു ആക്കുന്നതിന് ഒരു കുഴപ്പമോ ഇല്ലല്ലോ. പിടുത്തം കിട്ടിയ. അപ്പൊ ആരെ എടുത്ത് മാറ്റി? പിതാവിനെ എടുത്ത് മാറ്റിയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് പുത്രനെ ഫിറ്റ് ചെയ്തു. മക്കൾ ദേവാസന്മാർക്ക് മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. പുത്രനെ അവിടെ ഫിറ്റ് ചെയ്തു. ഇങ്ങനെയാണ് ഓരോ വീടുകളും പിശാചിന്റെ ലോബി എടുത്തു മാറ്റുന്നത്. സ്വർഗസ്ഥ പിതാവിനെ മാറ്റി അവിടെ അവസാനം എല്ലായിടത്തും ക്രിസ്തുവെ കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്ന് നമ്മുടെ പാട്ടുപുസ്തകത്തില് പാട്ടുകൾ അങ്ങ് കുറഞ്ഞ് 2000 പാട്ടുണ്ടെങ്കിൽ അതിൽ 10, 70, 80 പാട്ടേ ഉള്ളൂ പിതാവിനെ കുറിച്ച്. ബാക്കിയെല്ലാം അങ്ങ് മാറ്റി ഉള്ളതും കൂടി ഇപ്പൊ കുറയാൻ തുടങ്ങി. ഷാജി ജോസഫ് ഇതിനെതിരാ. അപ്പനെ ഒഴിവാക്കാൻ മക്കളെ നിങ്ങളോട് ആരാ പറഞ്ഞേ? ക്രിസ്തു വന്നത് അപ്പനെ കൊണ്ടുവരാനാ, ഒഴിവാക്കാനല്ല. പിശാചാണ് അപ്പനെ ഒഴിവാക്കുന്നത്. ഹല്ലേലൂയ. ആദ്യ കുടുംബത്തിൽ ആദം ഹവ്വ ദമ്പതിയിലെ അപ്പനീന്ന് ഈ മക്കളെ ഒഴിവാക്കിയത് ആരാ? പിശാചല്ലേ. ഇന്നും അവൻ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അവന്റെ തന്ത്രത്തിൽ മക്കളെ നമ്മൾ ആരും വീഴരുത്. അവന്റെ ആളുകൾ, അവന്റെ ലോബി ഇതിന്റെ താഴെ വന്ന് കമന്റ് എഴുതിക്കൊണ്ടേയിരിക്കുക. അത് എഴുതുമ്പോഴേ മനസ്സിലാക്കി ഇതാരാ? പിശാചിന്റെ ഡാർക്ക് ലോബിയാവുമെന്ന് എഴുതണേ. ഹല്ലേലൂയ. അപ്പോ നമ്മൾ സത്യത്തിന് സാക്ഷി നിൽക്കുവാനായിട്ട് ഇടയാകണം. ഹല്ലേലൂയ. ആരെ അപമാനിക്കരുത്. റൈറ്റ് ആയിട്ട് ഇത് വായിക്കുന്നവർക്ക്, അവർക്കല്ല നമ്മൾ മറുപടി കൊടുക്കുന്നത്. പകരം ഇത് വായിക്കുന്ന നല്ല സഹോദരങ്ങളുണ്ട്, വീണുപോയവർ. അവരിത് കണ്ട് മനസ്സിലാക്കി സത്യത്തിൽ വരുവാനായിട്ട് വേണം നമ്മൾ സത്യത്തിന് സാക്ഷി നിൽക്കാൻ. അവിടെ നമ്മൾ ഉറങ്ങരുത്, നമ്മൾ ആക്റ്റീവ് ആയിരിക്കണം അവിടെയൊക്കെ. ഹല്ലേലൂയ. അവിടെയൊക്കെ ആക്റ്റീവ് ആയിരിക്കണം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു, നമ്മുടെ ഒരു സഹോദരൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്ന സത്യം പറയാൻ വേണ്ടി. ഹല്ലേലൂയ. എനിക്ക് വലിയ സന്തോഷമായി. കാരണം സത്യത്തിന് സാക്ഷി നിൽക്കാൻ ചിലരെങ്കിലും മുമ്പോട്ടേക്ക് വരുന്നുണ്ടോ. എല്ലാവരും പേടിച്ച് കുറച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് അവർ മുന്നോട്ടേക്ക് വരികയാണ്. ഹല്ലേലൂയ. ഞാൻ അവർ വിളിച്ച് എൻകറേജ് ചെയ്തു. വെരി ഗുഡ്, ഗോ അഹെഡ്. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞത് ഇതാ, സത്യത്തിന് സാക്ഷി നിൽക്കാൻ എൻ്റെ പിതാവ് എന്നെ അയച്ചിരിക്കുക. സത്യതാൽപരരായവരൊക്കെ അത് കേൾക്കുന്നു. എന്നിട്ട് കർത്താവ് പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാ, എന്നെ എൻ്റെ പിതാവ് അയച്ചതുപോലെ ഞാൻ നിങ്ങളെയും അയക്കുക. ഹല്ലേലൂയ. അപ്പൊ എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇതൊക്കെ നല്ല നല്ല മാതൃകയാണ്. സത്യത്തിന് മാത്രം സാക്ഷി നൽകുക. ഒരിക്കലും അപമാനത്തിന് നിൽക്കരുത്, മറ്റുള്ളവരെ അപമാനിക്കാൻ നിൽക്കരുത്, മിണ്ടാതെ ഒളിച്ച് പേടിച്ച് ഭയന്നിരിക്കരുത്. സത്യത്തിന് സാക്ഷി നിൽക്കുക. ഉള്ള സമയം ദൈവത്തിൻ്റെ കൈകളായി, ദൈവത്തിൻ്റെ കണ്ണുകളായി, ദൈവത്തിൻ്റെ വായായി, ദൈവത്തിൻ്റെ കാലായി നമ്മൾ ദൈവത്തെ ഭൂമിയിലേക്ക് ഡിസ്പ്ലേ ചെയ്യുന്ന ഡിസ്പ്ലേ യൂണിറ്റുകളായി തീരുവാൻ ദൈവം അവരെ സഹായിക്കട്ടെ. അപ്പോൾ സമയത്തിൻ്റെ കുറവ് മൂലം ഞാനിപ്പോൾ തൽക്കാലം അവിടെ നിർത്തുകയാണ്. ആൽഫ ആൻഡ് ഒമേഗ നമുക്ക് പഠിക്കാനുള്ള സമയം ഇല്ല. നമുക്ക് മറ്റൊരു സമയത്ത് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് ദൈവം അനുവദിക്കുന്നു, നമുക്ക് മനസ്സിലാക്കാം. ഹല്ലേലൂയ. എങ്കിലും അല്പ ഹിന്ദികൾ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്, നിങ്ങൾക്ക് പോയി ധ്യാനിക്കാൻ കഴിയും. ദൈവം നിങ്ങൾക്ക് അത് കൂടുതലായിട്ട് വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? ഒരു വഴി കൂടി നിങ്ങൾക്ക് അതിനുവേണ്ടി തരാം. നിങ്ങൾ ധ്യാനിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഞങ്ങൾ ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളതിനെ മറന്ന് മുൻപിനെ ലക്ഷ്യമാക്കി ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ഞാൻ ലാക്കിലേക്ക് ഓടുന്നു. മനസ്സിലായോ? അതിന് ഇംഗ്ലീഷ് വേർഡ് അനുസരിച്ച് കഴിഞ്ഞാൽ ക്രിസ്തു യേശു വിൽ, ഇൻ ക്രൈസ്റ്റ് ആൻഡ് ഓഫ് ഗോഡ്. ഇൻ ആൻഡ് ഓഫ്, ഇത് രണ്ടും കൂടി നിങ്ങൾക്ക് കമ്പയർ ചെയ്താൽ മതി. ഒന്ന് ഓഫ്, മറ്റത് ഇൻ. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും, പ്രൊജക്റ്റിന്റെ എല്ലാം സ്വർഗസ്ഥ പിതാവാണ്, പ്രൊജക്റ്റിൽ എല്ലാം ക്രിസ്തുവാണ്. അവനിൽ സർവ്വസമ്പൂർണ്ണയും വസിപ്പാൻ പിതാവിന് ഇഷ്ടമായി.
അപ്പോൾ ഈ തിരിച്ചറിഞ്ഞാൽ നമുക്ക് കാര്യത്തിലേക്ക് മനോഹരമായിട്ട് പോകുവാനായിട്ട് കഴിയും. നമുക്ക് ദിവസം എഴുന്നേക്കാം. കേട്ട വചനത്തിന്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഫാദർ, വി താങ്ക് യു, വി ഗിവ് യു ഗ്ലോറി. ഹല്ലേലൂയ. എൻ്റെ മക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ് ഈ ഭൂമിയിൽ ജീവിച്ച് ഒരു എഞ്ചിനീയറോ ഡോക്ടറോ മുക്കുവനോ കൃഷിക്കാരനോ എല്ലാ ജോലിയും കളവൊഴിച്ച് തിന്മ ഒഴിച്ച് എല്ലാം മാന്യമായ ജോലിയാണ്. പക്ഷേ നമ്മൾ എത്ര മാന്യമായ ജോലി ചെയ്താലും നമ്മൾ ഇവിടം കൊണ്ട് അവസാനിക്കും, നമ്മൾ മരിച്ചു പോകും. എന്നാൽ മരണമുള്ള മനുഷ്യപുത്രന്മാരായ നമ്മളെ മരണമില്ലാത്ത ക്രിസ്തുവെ പോലെയുള്ള ദൈവത്തിന്റെ പുത്രന്മാരാക്കി തീർക്കുവാൻ സ്വർഗത്തിലെ ദൈവം തൻ്റെ ഒരേ ഒരു മകനെ നമുക്ക് തരുവാനിടയായി. ഇതോ ദൈവത്തിന്റെ വചനം പറയുന്നത്, തന്റെ പുത്രനായ ക്രിസ്തു, തന്റെ ഏകജാതനായ പുത്രനായ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം ആ പുത്രനെ നൽകുവാൻ നമ്മളെ അത്രമാത്രം സ്നേഹിച്ചു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനം പറയുന്നു, ആ യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവം മക്കളാകാൻ അധികാരം ദൈവം നൽകി. എല്ലാ കണ്ണിൽ അടഞ്ഞിരിക്കുമ്പോൾ ഇതുവരെയും ഈ ശബ്ദ കാഴ്ചപ്രതിയിൽ യേശുവെ തൻ്റെ ജീവിതത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാത്തവരുണ്ടെങ്കിൽ, യേശു ക്രിസ്തു മരിച്ചത് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണെന്ന് ഇതുവരെയും തിരിച്ചറിയാത്തവരുണ്ടെങ്കിൽ, ഇപ്പോൾ ആ യേശുവിനെ യേശു ദൈവത്തിന്റെ പുത്രനാണെന്നും അത്യുന്നതനായ ദൈവമായ സ്വർഗസ്ഥ പിതാവ് അയച്ചിട്ടാണ് യേശു ഇവിടെ വന്നതെന്നും മരിച്ചത് എൻ്റെ പാപത്തിന് വേണ്ടിയാണെന്നും വിശ്വസിച്ചുകൊണ്ട്, പ്രിയമകനെ, നീ ഒരു പൈസ ആർക്കും കൊടുക്കണ്ട, എവിടെയും ചേരണ്ട, നിന്റെ ഹൃദയം ക്രിസ്തുവിൽ ദൈവത്തോട് ചേരട്ടെ. അതിനായി പ്രിയമകനെ, പ്രിയമകളെ, ഈ ഹോളിൽ ശബ്ദ കാഴ്ചപ്രതിയിലായിരിക്കുന്ന ആരെങ്കിലും യേശുവിനെ തന്റെ ജീവിതത്തിൽ രക്ഷിതാവും കർത്താവുമായി തന്റെ നായകനായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഇപ്പോൾ അതിനുള്ള സമയമാണ്. ഹൃദയം കൊണ്ട്, യേശുവേ, ഞാൻ വിശ്വസിക്കുന്നു അങ്ങ് ദൈവപുത്രനെന്ന്, എൻ്റെ ഹൃദയത്തിലേക്ക് എൻ്റെ കർത്താവായി എൻ്റെ രാജാവായി കടന്നു വരണമേ എന്ന് ആ വ്യക്തി യേശുവിനോട് വ്യക്തമായി വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞാട്ടെ. ദൈവത്തോട് നന്ദി പറഞ്ഞാട്ടെ. ദൈവമേ, അങ്ങ് തന്ന അങ്ങയുടെ പുത്രനായി നന്ദി. ഇതിലൂടെ സ്വർഗത്തിലെ ദൈവം ദൈവപുത്രന്മാരുള്ള അധികാരം നിങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. സൗജന്യമാണ്. അത് സ്വീകരിച്ചവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമുക്ക് തന്ന വചനത്തിനായി നന്ദി പറയാം. പിശാചിന്റെ ലോബിയും തന്ത്രത്തിലൂടെ സ്വർഗസ്ഥ പിതാവിനെ ഒഴിവാക്കി ആ സ്ഥാനത്തേക്ക് യേശുവെ കൊണ്ടുവരുവാൻ ശ്രമിക്കുന്ന ഒരു തെറ്റായ ക്രമീകരണം ഇന്ന് സഭകളിൽ കണ്ടുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ സ്വർഗത്തിൽ നിന്ന് വന്ന യേശു ഒരിക്കലും അത് ചെയ്തില്ല. പകരം ആ പിതാവിനെ വെളിപ്പെടുത്തുകയും താൻ മുഖാന്തരം പിതാവുമായി ഒന്നായി തീരണമെന്ന് നമ്മളോട് ആജ്ഞാപിക്കുകയും ചെയ്തു. പിതാവേ, ഞാനും അങ്ങ് ഒന്നായിരിക്കുന്നത് പോലെ ഇവരും നമ്മളിൽ ഒന്നാകണമെന്നുള്ള ക്രിസ്തുവിന്റെ പ്രാർത്ഥനയും ആഗ്രഹവും ദൈവിക ലക്ഷ്യവും തകർത്തെറിഞ്ഞുകൊണ്ട് ലക്ഷ്യത്തിലെത്താതെ തകർത്ത് കളയുന്ന പിശാചിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയുവാൻ ദൈവം നമുക്ക് കൃപ നൽകി. വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ച് ദൈവം നമുക്ക് അറിവ് നൽകി. ഇത് എവിടെ നിന്ന് ഉത്ഭവിച്ചു, ആരുടെ സന്ദേശമാണ്, എന്തിനു നൽകി? സ്വർഗസ്ഥ പിതാവിന്റെ സന്ദേശമാണ്. ആ സന്ദേശം വേഗത്തിൽ സംഭവിക്കാൻ പോകുന്നു, അത് സഭകൾ അറിയണം എന്ന ചിന്തയിൽ സ്വർഗസ്ഥ പിതാവ് അത് ക്രിസ്തുവിന് വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ അതിന്റെ പേര് ക്രിസ്തുവിന്റെ വെളിപ്പാടായി. ക്രിസ്തു അത് സ്വർഗസ്ഥ പിതാവിന് വേണ്ടി സാക്ഷ്യപ്പെടുത്തി. അത് യോഹന്നാന് കൊടുത്തു. യോഹന്നാൻ അത് ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യപ്പെടുത്തി. നമ്മളിത് അറിഞ്ഞു. ദുഷ്ടന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയുവാൻ ദൈവം നമുക്ക് കൃപ നൽകി. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, ഹൃദയം കൊണ്ട് എല്ലാവരും ദൈവത്തിന് നന്ദി പറഞ്ഞേ. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ ആ സന്ദേശത്തിന് വേണ്ടി സമർപ്പിക്കാം. നമ്മൾ കേട്ടു, ഇത് കേൾപ്പിക്കുന്നവനും ഇത് വായിക്കുന്നവനും ഇത് അനുസരിക്കുന്നവനും ഒരേപോലെ ഭാഗ്യവാനാണ്. ആ ഭാഗ്യ പദവിയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുകയാണ്. മായമില്ലാത്ത പാല് കുടിക്കാൻ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, തന്ന വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. ഈ മക്കളെ ഏവരെ അങ്ങയുടെ കരങ്ങളിലേക്ക് വെച്ച് പ്രാർത്ഥിക്കുകയാണ്. അങ്ങ് തന്ന വചനം ഇവർ സ്വീകരിച്ചിരിക്കുന്നു. അറിവില്ലാത്തതായ ആരെങ്കിലും ഒന്ന് പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് തന്നെ ഇത് അറിയിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദുഷ്ടന്റെ തന്ത്രങ്ങൾ വീഴുവാൻ ഈ മക്കൾ ആരെയും അങ്ങ് അനുവദിക്കരുത് എന്ന് പ്രാർത്ഥിക്കുകയാണ്. ക്രിസ്തുവാകുന്ന തലയോളം വളർന്ന് അപ്പാ അങ്ങയുടെ മാറിലണവാൻ ഈ മക്കളെ ഏവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സർവ്വമഹത്വം സ്വർഗീയ പിതാവേ ഞങ്ങൾ അങ്ങേക്ക് തരികയാണ്, യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. അപ്പോൾ തന്നെ നിങ്ങളുടെ രോഗമുള്ള ഭാഗങ്ങളിൽ കരങ്ങളെ വെച്ചാട്ടെ, വേദനയുള്ള ഭാഗങ്ങളിൽ കരങ്ങളെ വെച്ചാട്ടെ, നിങ്ങളുടെ വിഷയമുള്ള ഭാഗങ്ങളിലേക്ക് നിങ്ങളുടെ കരങ്ങളെ നീട്ടിയാട്ടെ. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കുവാനായിട്ട് ഇടയാകും. നിങ്ങളുടെ ഭാരങ്ങൾ അങ്ങോട്ടേക്ക് ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ടെ.
നിങ്ങളുടെ കുടുംബത്തെ ഓർത്ത്, നിങ്ങളുടെ ജീവിത പങ്കാളി ഓർത്ത്, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഓർത്ത് ഒക്കെ നിങ്ങൾ ഭാരപ്പെടുന്നു. എന്നാൽ ഇതെല്ലാം ദൈവത്തിന്റെ വചനം പറയാണ്, നിന്റെ സകല ഭാരം എന്റെ മേൽ വെച്ചുകൊള്ളുവിൻ, ഞാൻ നിനക്കായി കരുതിയിട്ടുണ്ട്. ആ കരുതിയിരിക്കുന്ന അപ്പന്റെ അടുക്കിലേക്ക് ഹൃദയം ഒന്ന് തുറക്കട്ടെ. കരുതിയിരിക്കുന്ന അപ്പന്റെ അടുക്കൽ ഹൃദയം തുറക്കട്ടെ. മനുഷ്യനല്ല നോക്കേണ്ടത്, അപ്പനെ നോക്കിയേ. നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദൈവത്തിന്റെ വചനം ഇങ്ങനെയാ പറയുന്നത്, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കുന്നുവെങ്കിൽ സ്നേഹനിധിയായ സ്വർഗ്ഗസ്ഥ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് എത്രയധികമായി നന്മ, എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുമെന്ന് പറഞ്ഞ് യേശു ക്രിസ്തു ആ പിതാവിനെ പരിചയപ്പെടുത്തരുമ്പോൾ നമ്മൾ മുഖം തിരിഞ്ഞു നിൽക്കാതെ ആ അപ്പന്റെ അടുക്കലേക്ക് ഹൃദയം കൊണ്ട് അപ്പാ എന്നൊന്ന് വിളിക്കുമ്പോൾ നിന്റെ സകല ആവശ്യങ്ങളുടെ മേലും ഒരു കിടാവിനെ കാണുമ്പോൾ പശുവിന്റെ അകിട്ടിലേക്ക് പാല് തുരത്തി വരുന്നത് പോലെ നിന്നെ കാണുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ ഹൃദയത്തിലെ സ്നേഹം നിന്നിലേക്ക് ഒലിച്ചു വരുവാൻ ഇടയാകട്ടെ. എല്ലാ കാപട്യവും വിട്ടിട്ട് ദൈവസന്നിധിയിൽ അപ്പാ എന്നൊരു നിലവിളിയോടെ അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ തന്നിരിക്കുമ്പോ ആ പുത്രം മറന്ന് വിളിക്കട്ടെ, അപ്പാ എന്ന് ഹൃദയം കൊണ്ടെന്ന് വിളിക്കട്ടെ. പിന്നെ സകല ആവശ്യങ്ങളുടെ മേലും ആ ഒരൊറ്റ വിളി മതി. പിന്നെ സകല ആവശ്യങ്ങളുടെ മേലും ദൈവത്തിന്റെ പരിഹാരം കടന്നു വരികയാണ്. യേശുവിന്റെ നാമത്തിൽ ഇവരുടെ വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ പരിഹാരം കൽപ്പിക്കുകയാണ്. രോഗികൾ സൗഖ്യമാകട്ടെ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിപ്പോകട്ടെ, ഇവരുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരുടെ കുടുംബങ്ങൾ സ്വർഗമായി മാറട്ടെ. അതിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ബിസിനസ്സുകൾ, ഇവരുടെ കൃഷിസ്ഥലങ്ങൾ, ഇവരുടെ ജോലി സ്ഥലങ്ങൾ എല്ലാം ദൈവത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. സർവ്വമഹത്വം പിതാവ് ഞങ്ങൾ അങ്ങേക്ക് തരുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം അവരെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം.